ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EMRS എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അതിൻ്റെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ PGT ഹിസ്റ്ററിയുടെ സിലബസിൽ +1 രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ +2 കേരള ഹിസ്റ്ററി ഒഴികെയുള്ള ഭാഗങ്ങളാണ് സിലബസായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ളതാണ്. എഴുത്തും നഗരജീവിതവും. നോക്കാം നമുക്ക്. സിറ്റി ലൈഫ് ബിഗാൻ ഇൻ മെസപ്പൊട്ടോമിയ, ദ ലാൻഡ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ് ദാറ്റ് ഈസ് നൗ പാർട്ട് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇറാഖ്. ഇന്നത്തെ ഇറാഖ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലെ ഭൂപ്രദേശമായ മെസപ്പൊട്ടോമിയയിലാണ് ഈ നഗരജീവിതം ആരംഭിച്ചത്. Mesopotamian civilization is known for its prosperity, city life, its voluminous and rich literature, and its mathematics and astronomy. സമ്പൽ സമൃദ്ധി, നഗരജീവിതം, ബൃഹത്തും സമ്പന്നവുമായ സാഹിത്യം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയുടെ പേരിൽ മെസപ്പൊട്ടോമിയൻ നാഗരികത പ്രശസ്തമാണ്. Mesopotamia's writing system and literature spread to eastern Mediterranean, northern Syria and Turkey after 200 BC, so that the kingdoms of that entire regions were writing to one another and to the pharaoh of Egypt in the language and script of Mesopotamia. മെസപ്പൊട്ടോമിയയുടെ എഴുത്തുവിദ്യയും സാഹിത്യവും കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ, ഉത്തര സിറിയ, തുർക്കി എന്നിവിടങ്ങളിലേക്ക് BC 2000 ശേഷം വ്യാപിച്ചു. അപ്പോൾ BC 2000 ശേഷമാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ, കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ, ഉത്തര സിറിയ, തുർക്കി എന്നിവിടങ്ങളിലേക്ക് ഈ ഒരു എഴുത്തുവിദ്യയും സാഹിത്യവും വ്യാപിക്കാൻ തുടങ്ങിയത്. ഇതിന്റെ ഫലമായി ആ പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം മെസപ്പൊട്ടോമിയയിലെ ഭാഷയും ലിപിയും ഉപയോഗിക്കാൻ തുടങ്ങി. ഈജിപ്തിലെ ഫറോവമാരും മെസപ്പൊട്ടോമിയൻ ഭാഷയും ലിപിയും ഉപയോഗിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. Here we shall explore the connection between city life and writing, and then look at some outcomes of sustained tradition of writing. ഇവിടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നഗരജീവിതവും എഴുത്തുവിദ്യയും തമ്മിലുള്ള ബന്ധത്തെയാണ്. അതിനുശേഷം അവിടെ പരിപോഷിപ്പിക്കപ്പെട്ട പാരമ്പര്യ എഴുത്തുവിദ്യയുടെ നേട്ടങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞത് ഇന്ന് ഇറാഖ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലെ ഒരു പ്രദേശമായ മെസപ്പൊട്ടോമിയയിലാണ് നഗരജീവിതം ആരംഭിച്ചത്. The name Mesopotamia is derived from the Greek words mesos meaning middle and potamos meaning river. മധ്യത്തിലുള്ളത് എന്ന അർത്ഥം വരുന്ന മെസോസ് എന്ന പദത്തിൽ നിന്നും നദി എന്ന അർത്ഥം വരുന്ന പൊട്ടമോസ് എന്ന പദത്തിൽ നിന്നുമാണ് മെസപ്പൊട്ടോമിയ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. In the beginning of recorded history, the land, mainly the urbanized south, was called Sumer and Akkad. എഴുതപ്പെട്ട ചരിത്രത്തിൽ ആരംഭകാലത്തിൽ ഈ ഭൂപ്രദേശം പ്രധാനമായും നഗരവൽക്കരിക്കപ്പെട്ട ഈ തെക്കൻ പ്രദേശം സുമർ, അക്കാദ് എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ആഫ്റ്റർ 2000 BC, ബാബിലോൺ became an important city. ബാബിലോൺ ഒരു പ്രധാന സിറ്റിയായി മാറി. The term Babylonia was used to southern region. ആ ഒരു പ്രദേശത്തിന് ബാബിലോണിയ എന്നറിയപ്പെടാൻ തുടങ്ങി. From about 1100, when the Assyrians established their kingdom in the north. അതിൻ്റെ വടക്കേ അറ്റത്ത് അസീരിയൻസ് അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. ദ റീജിയൻ ബിക്കേം നോൺ ആസ് അസീരിയ. ഫസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് ദ ലാൻഡ് വാസ് സുമേറിയ. അവിടുത്തെ അറിയപ്പെടുന്ന ലാംഗ്വേജ് സുമേറിയൻ ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ തെക്കേ ഭാഗത്ത് ബാബിലോണിയൻസും വടക്കേ ഭാഗത്ത് അസീരിയൻസും. ദ ഫസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് ദ ലാൻഡ് വാസ് സുമേറിയ. It was gradually replaced by Akkadians around 2400 BC when the Akkadian speakers arrived. BC 2400 അക്കാദിയൻ ഭാഷ സംസാരിക്കുന്നവരുടെ കടന്നുവരവോടുകൂടി ക്രമേണ സുമേറിയൻ ഭാഷയ്ക്ക് പകരം അക്കാദിയൻ ഭാഷ അവിടെ സ്ഥാപിക്കപ്പെട്ടു. It was gradually replaced by Akkadians around 2400 BC when Akkadian speakers arrived. This language flourished till about Alexander's time with some regional changes occurring. അതായത് അലക്സാണ്ടറുടെ കാലഘട്ടത്തിലാണ് ആ ഒരു ഭാഷയ്ക്ക് ആ ഒരു പ്രാദേശികമായ മാറ്റങ്ങൾ ഉണ്ടായത്. അലക്സാണ്ടറുടെ കാലഘട്ടത്തിലാണ്, അതായത് BC 336 to 323 കാലഘട്ടം. From 1400 Aramaic also trickled.
This language, similar to Hebrew, became widely spoken after 1000 BC. It is still spoken in parts of Iraq. അതായത് ഹീബ്രു ഭാഷയ്ക്ക് സമാനമായ ഭാഷ BC 1000-ലാണ് 1000-ന് ശേഷം BC 1000-ന് ശേഷം അരാമിക് ഭാഷ വ്യാപകമായി ഉപയോഗിച്ചു. 1400-ലാണ് അരാമിക് ഭാഷ വരുന്നത്. ഹീബ്രു ഭാഷയ്ക്ക് സമാനമായിട്ടുള്ള ഈ ഭാഷ BC 1000-ന് ശേഷം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇറാഖിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും ഈ ഭാഷ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭാഷയുടെ വികസനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുമേർ, അക്കാദ്, ദെൻ ബാബിലോണിയൻ, ദെൻ അസീരിയൻ, ദെൻ അരാമിക്, അർമൈൻസ്, അങ്ങനെ അതായത് ആ ഭാഷയ്ക്ക് അലക്സാണ്ടർ നൽകിയ പിന്തുണ. ഇത്തരത്തിൽ മെസൊപ്പൊട്ടേമിയയിലെ വിവിധ ഭാഷകളുടെ ഘട്ടങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ആദ്യം സുമേറിയൻ, പിന്നെ അക്കാദിയൻ, പിന്നെ ബാബിലോണിയൻ, പിന്നീട് അസീരിയൻ, അങ്ങനെ വന്നിട്ട് അരാമിക് ഭാഷയിലേക്കുള്ള ഒരു മാറ്റം. ഈ അരാമിക് ഭാഷ ഇന്നും ഇറാഖിൽ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ആർക്കിയോളജി ഇൻ മെസൊപ്പൊട്ടേമിയ ബിഗാൻ ഇൻ 1840s. 1840s-ലാണ് പുരാവസ്തു ശാസ്ത്ര പഠനം മെസൊപ്പൊട്ടേമിയയിൽ ആരംഭിച്ചത്. അറ്റ് 1 or 2 sites including Uruk and Mari, which we discuss below. അതിനെക്കുറിച്ച് നമുക്ക് താഴെ പഠിക്കാം. എക്സ്കവേഷൻസ് കണ്ടിന്യൂ ഫോർ ഡീക്കേഡ്സ്. അവിടെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളോളം ഉത്ഖനനം നടത്തിയിട്ടുണ്ട് ഉറൂക്കിലും മാരിയിലും. നോ ഇന്ത്യൻ സൈറ്റ്സ് ഹാസ് എവർ സീൻ സച്ച് ലോങ് ടേം പ്രോജക്ട്സ്. ഒരു ഇന്ത്യൻ സൈഡിലും ഇത്തരത്തിലുള്ള ലോങ് ടേം പ്രോജക്റ്റ് ഉണ്ടായിട്ടില്ല. നോട്ട് ഓൺലി ക്യാൻ വി സ്റ്റഡി ഹൺഡ്രഡ്സ് ഓഫ് മെസൊപ്പൊട്ടേമിയൻ ബിൽഡിംഗ്സ്, സ്റ്റാറ്റ്യൂസ്, ഓർണമെന്റ്സ്, ഗ്രേവ്സ്, ടൂൾസ് ആൻഡ് സീൽസ് ആസ് സോഴ്സസ്, ദർ ആർ തൗസൻഡ്സ് ഓഫ് റിട്ടൺ ഡോക്യുമെന്റ്സ്. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിൽ നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട്, ശവക്കല്ലറകളുണ്ട്, ആഭരണങ്ങളുണ്ട്, അതുപോലെ പ്രതിമകൾ, പിന്നെ ഉപകരണങ്ങൾ, മുദ്രകൾ, ഇവയൊക്കെ ഉണ്ട് എന്തിനുള്ള നമുക്ക് സോഴ്സസ് ആയിട്ട്. ഇവയ്ക്കൊക്കെ പുറമെ ആയിരക്കണക്കിന് എഴുതപ്പെട്ട രേഖകളും സോഴ്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെസൊപ്പൊട്ടേമിയ വാസ് ഇമ്പോർട്ടൻറ്റ് ടു യൂറോപ്യൻസ് ബിക്കോസ് ഓഫ് റെഫറൻസസ് to it in the Old Testament, the first part of the Bible. അതായത് ബൈബിളിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള പഴയ നിയമത്തിൽ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഴയ നിയമത്തിൽ പരാമർശമുള്ളതുപോലെ യൂറോപ്യന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഏത് മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ. ഫോർ ഇൻസ്റ്റൻസ്, ദ ബുക്ക് ഓഫ് ജെനസിസ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ഷിമാർ, മീനിങ് സുമർ, എ ലാൻഡ് ഓഫ് ബ്രിക്ക് ബിൽറ്റ് സിറ്റീസ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ മൺകട്ട കൊണ്ട് നിർമ്മിച്ച നഗരങ്ങളുടെ നാടായ ഷിമാർ. ഈ ഷിമാർ ഏതാണ്? സുമേറാണ്. Travelers and scholars of Europe looked on Mesopotamia as a kind of ancestral land. And when archaeological work began in this area, there was an attempt to prove the literal truth of the Old Testament. അപ്പോൾ ഈ യൂറോപ്യൻ സഞ്ചാരികൾ ഈ പ്രദേശത്ത് ഉത്ഖനനം നടത്താൻ വേണ്ടി വന്ന സമയത്ത് അവർ ഈ പ്രദേശത്തെ ഒരു പൈതൃക ഭൂമിയായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്ഖനനം ആരംഭിച്ചപ്പോൾ പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ അക്ഷരാർത്ഥത്തെ സത്യമാണെന്ന് അവർ തെളിയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയുണ്ടായി. From the mid-19th century, there was no stopping the enthusiasm for exploring the ancient past of Mesopotamia. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽ മെസൊപ്പൊട്ടേമിയയുടെ പ്രാചീന കാലത്തെക്കുറിച്ചുള്ള പര്യവേഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. In 1873, a British newspaper founded an expedition of British Museum to search for a tablet narrating the story of flood mentioned in Bible. 1873 ഒരു ബ്രിട്ടീഷ് വർത്തമാന പത്രം ബൈബിളിലെ പ്രളയകഥയെക്കുറിച്ച് വിവരിക്കുന്ന ഫലകം അന്വേഷിച്ചുകൊണ്ട് പര്യവേഷണം നടത്താൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി. 1873 ഒരു ബ്രിട്ടീഷ് വർത്തമാന പത്രം ബൈബിളിലെ പ്രളയകഥയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഫലകം
അന്വേഷിച്ച് പര്യവേഷണം നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സാമ്പത്തിക സഹായം നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പം അത്രത്തോളം അവർ മെസൊപ്പൊട്ടേമിയയുടെ പര്യവേഷണത്തിന് ഉത്സാഹപൂർവ്വം അവർ ശ്രമിച്ചിട്ടുണ്ട്. ബൈ 1960s ഇറ്റ് വാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സ്റ്റോറി ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് were not literally true but may have been way of expressing memories about important changes in history. അതായത് പഴയ നിയമത്തിലെ കഥകൾ അക്ഷരാർത്ഥത്തിൽ അത് ഏറ്റെടുക്കേണ്ടതല്ലെന്നും ചരിത്രത്തിലെ സുപ്രധാന മാറ്റങ്ങളെ സംബന്ധിച്ച ഓർമ്മകളുടെ പ്രകാശന മാർഗങ്ങളായിരിക്കാം ഇത് എന്നുമാണ് 1960 കൂടി ഈ ഒരു ഏരിയയെക്കുറിച്ച്, ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 1960 പഴയ നിയമത്തിലെ കഥകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു ഏരിയയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് എന്താണ്, മകളുടെ ഒരു പ്രകാശന മാർഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഗ്രാജുവലി ആർക്കിയോളജിക്കൽ ടെക്നിക്സ് become far more sophisticated and refined. What is more, attention was directed to different questions, including reconstructing the lives of ordinary people. ക്രമേണ പുരാവസ്തു തന്ത്രങ്ങൾ കൂടുതൽ പരിഷ്കരിക്കപ്പെടുകയും അതുപോലെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതടക്കമുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. What is more, attention was directed to different questions, including reconstructing the lives of ordinary people. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതിനടക്കമുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്കാണ് ഈ ഒരു ചരിത്ര പഠനം വഴിതെളിച്ചത്. Establishing the literal truth of biblical narratives recorded into background. Much of what we discuss subsequently in chapter is based on these later studies. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഈ പിൽക്കാല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. ഇനി നമുക്ക് മെസൊപ്പൊട്ടേമിയയുടെ ജോഗ്രഫി നോക്കാം. മെസൊപ്പൊട്ടേമിയ ആൻഡ് ഇറ്റ്സ് ജോഗ്രഫി. ഇറാഖ് ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സ് എൻവിയോൺമെന്റ്സ്. അതായത് വ്യത്യസ്ത ഭൂപ്രകൃതിയുടെ നാടാണ് ഇറാഖ് എന്ന് പറഞ്ഞാൽ. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ലൈ ഗ്രീൻ. വടക്ക് കിഴക്ക് ഭാഗത്ത് ഹരിത സമതലങ്ങളാണ്. അൺഡുലേറ്റിംഗ് പ്ലെയിൻസ് ഗ്രാജുവലി റൈസിംഗ് ടു ട്രീ കവേർഡ് മൗണ്ടെയിൻ റേഞ്ചസ് വിത്ത് ക്ലിയർ സ്ട്രീംസ് ആൻഡ് വൈൽഡ് ഫ്ലവേഴ്സ് വിത്ത് ഇനഫ് റെയിൻഫാൾ ടു ഗ്രോ ക്രോപ്സ്. ഉയരങ്ങളിൽ വൃക്ഷനിബിഡമായിട്ടുള്ള പർവ്വതങ്ങളും തെളിഞ്ഞ തടാകങ്ങളും കാട്ടുപൂക്കളുമുള്ള ഈ ഒരു പ്രദേശത്ത് വിളകളുടെ ഉൽപാദനത്തിന് ആവശ്യാനുസരണം മഴ ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് സൈഡിൽ ഹരിതാപമായിട്ടുള്ള സമതലങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ധാരാളം വൃക്ഷങ്ങളുണ്ട്, അതുപോലെ പർവ്വതങ്ങളുണ്ട്, തെളിഞ്ഞ തടാകങ്ങളുണ്ട്, കാട്ടുപൂക്കൾ. ഈ ഒരു പ്രദേശം ഉൽപാദനത്തിന് ആവശ്യാനുസരണം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഹിയർ അഗ്രികൾച്ചർ ബിഗാൻ ബിറ്റ്വീൻ 7000 BC ടു 6000 BC. ഇവിടെ 7000 BCക്കും 6000 BCക്കും ഇടയിലാണ് കൃഷി ആരംഭിച്ചത്. ഇൻ ദ നോർത്ത് ദർ ഈസ് എ സ്ട്രെച്ച് ഓഫ് അപ്ലാൻഡ് കോൾഡ് സ്റ്റെപ്പെ വെർ ആനിമൽ ഹേർഡിംഗ് ഓഫേഴ്സ് people a better livelihood than agriculture. After the winter rains, sheep and goats feed on the grasses and low shrubs that grow here. അതായത് വടക്ക് സ്റ്റെപ്പി എന്ന് വിളിക്കുന്ന ഉയർന്ന പുൽമേടുകളുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മൾ സമതലങ്ങൾ പറഞ്ഞത്. വടക്ക് ഭാഗത്ത് സ്റ്റെപ്പി എന്ന് വിളിക്കുന്ന ഉയർന്ന പുൽമേടുകളുണ്ട്. ഇവിടെ കൃഷിയേക്കാൾ കൂടുതൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന് സഹായകമായത് ഏതായിരുന്നു? മൃഗപരിപാലനമായിരുന്നു. ആനിമൽ ഹേർഡിംഗ് ആയിരുന്നു. ആനിമൽ ഹേർഡിംഗ് ഓഫേഴ്സ് പീപ്പിൾ എ ബെറ്റർ ലൈവ്ലിഹുഡ് ദാൻ അഗ്രികൾച്ചർ. ആഫ്റ്റർ ദ വിന്റർ റെയിൻസ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഫീഡ് ഓൺ ഗ്രാസസ് ആൻഡ് ലോ ഷേർബ്സ് ദാറ്റ് ഗ്രോ ഹിയർ. ശൈത്യകാലത്തിലെ മഴയ്ക്ക് ശേഷം ചെമ്മരിയാടുകളും ആടുകളും ഇവിടെ വളരുന്ന പുല്ലും കുറ്റിച്ചെടികളൊക്കെ ഭക്ഷിക്കാറുണ്ടായിരുന്നു.
To the east, tributaries of the Tigris provide routes of communication into mountains of Iran. കിഴക്ക് ടൈഗ്രീസ് നദിയുടെ പോഷക നദികൾ ഇറാനിലെ പർവ്വതനിരകളിലേക്ക് ട്രാവലിങ്ങിനുള്ള മാർഗമാണ്, ഗതാഗത സൗകര്യമാണ്. The south is a desert and this is where the first cities and writing emerged. തെക്കൻ പ്രദേശം മരുഭൂമിയാണ്. ഇവിടെയാണ് ആദ്യമായിട്ടുള്ള നഗരങ്ങളും എഴുത്തുവിദ്യയും ആരംഭിച്ചിട്ടുള്ളത്. തെക്കൻ പ്രദേശമായിട്ടുള്ള മരുഭൂമിയിലാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യയും, നമ്മൾ നേരത്തെ സുമേറിയൻ, അക്കാദിയൻ, ബാബിലോണിയൻ, അസീരിയൻ എന്നൊക്കെ പറഞ്ഞ ആ സാമ്രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തതും എഴുത്തുവിദ്യ ആരംഭിച്ചതും ഈ തെക്കൻ പ്രദേശത്തായിരുന്നു. ഇത് മരുഭൂമി നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ നഗരങ്ങൾ വളർന്നു വന്നതും. വടക്കൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് എക്കൽ മണ്ണുമായി താഴേക്കൊഴുകുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലെ മരുഭൂപ്രദേശമാണ്. ഈ മരുഭൂപ്രദേശത്താണ് നഗരങ്ങൾ ആവിർഭവിച്ചത്. വടക്കൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് എക്കൽ മണ്ണുമായി താഴേക്ക് ഒഴുകുന്ന നദികളാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ. ഈ മരുഭൂമിയിലെ നഗരങ്ങൾ, തെക്കൻ പ്രദേശത്താണ് മരുഭൂമിയിലെ നഗരങ്ങൾ വളർന്നു വന്നത്. ഈ നദികളിൽ when they flood or when their water is let out to the field, fertile silt is deposited. ഈ നദികളിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴോ അവയിൽ വെള്ളം പാടങ്ങളിലേക്ക് ഒഴുകുമ്പോഴോ അവിടങ്ങളിൽ നിന്ന് ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ് അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഫെർട്ടൈൽ സിൽട്ട് എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ടമായ എക്കൽ മണ്ണാണ്. അപ്പോൾ ഇവിടേക്ക് ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ് കൊണ്ടുവന്നത് ഏത് നദികളാണ്? നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, after the Euphrates has entered the desert, its water flows out into small channels. ഈ മരുഭൂമിയിലേക്ക് ഈ വെള്ളം ഇങ്ങനെ കടന്നു വന്നതിന് ശേഷം ഈ വെള്ളം ചെറു കൈവഴികളായിട്ട് ഒഴുകാൻ തുടങ്ങും. These channels flood their banks and in the past functioned as irrigation canals. Water could be let into the field of wheat, barley, peas and lentils when necessary. അപ്പോൾ ഈ കൈവഴികൾ അവയുടെ തീരങ്ങൾക്ക് വെള്ളമേകുന്നു. പ്രാചീന കാലങ്ങളിൽ ഇവ ജലസേചന കനാലുകളായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവ ഗോതമ്പ്, ബാർലി, പയറ്, തുവരപ്പരിപ്പ് എന്നിവയുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം നൽകിയിരുന്നത് ഈ കനാലുകൾ വഴിയായിരുന്നു. Of all ancient times, that of Roman Empire it was the agriculture of southern Mesopotamia that was the most productive, even though the region did not have sufficient rainfall to grow crops. റോമാ സാമ്രാജ്യത്തിന്റെ അടക്കമുള്ള പ്രാചീന കാർഷിക സമ്പ്രദായങ്ങളിൽ ഏറ്റവും ഉൽപാദനക്ഷമമായത് ദക്ഷിണ മെസപ്പൊട്ടേമിയയിലേതായിരുന്നു. എന്നാൽ അവർക്ക് വിളകൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള മഴ ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ റോമാ സാമ്രാജ്യത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ പ്രാചീന കാർഷിക സമ്പ്രദായത്തിൽ ഏറ്റവും ഉൽപാദനക്ഷമമായ രീതിയിൽ കൃഷി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നത് ദക്ഷിണ മെസപ്പൊട്ടേമിയ, സദൺ മെസപ്പൊട്ടേമിയ ആയിരുന്നെങ്കിലും അവർക്ക് വിളകൾക്ക് ആവശ്യമായിട്ടുള്ള മഴ ലഭിക്കുമായിരുന്നില്ല. Not only agriculture, Mesopotamian sheep and goats that grazed on the steppe, the northeastern plains and mountain slopes produced meat, milk and wool in abundance. അതായത് കൃഷിക്ക് പുറമെ ഈ മെസപ്പൊട്ടേമിയൻ ജനത
പുൽമേടുകളിലും വടക്ക് കിഴക്കൻ സമതലങ്ങളിലും അതുപോലെ മലഞ്ചെരിവുകളിലും എന്ത് ചെയ്തു? ആടുകളെ മേയ്ക്കുകയും മാംസം, പാല്, കമ്പിളി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. Further, fish was available in rivers and date palms gave fruit in summer. മറ്റൊന്ന്, അവർക്ക് വേനൽക്കാലത്ത് ഈന്തപ്പനകൾ പഴം നൽകി. അതുപോലെ നദികളിൽ നിന്ന് ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചു. Let us not, however, make a mistake of thinking that cities grew simply because of rural prosperity. We shall discuss other factors by and by, but first let us be clear about city life. അതായത് ഈ നഗരങ്ങൾ വളർന്നു വന്നത് ഗ്രാമങ്ങളുടെ സമ്പൽ സമൃദ്ധി കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. കാരണം നമ്മൾ പറഞ്ഞു ഒരേ സമയം എന്തുണ്ടായിരുന്നു? അവർക്ക് ഈന്തപ്പനകളുണ്ടായിരുന്നു, മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സിറ്റി വളർന്നു വന്നതെന്നല്ല, മറ്റ് ഘടകങ്ങളും ഈ നഗരജീവിതത്തെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിച്ച ധാന്യങ്ങൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെ ധാന്യങ്ങളുണ്ട്? ഗോതമ്പ്, ബാർലി, പയറ്, തുവരപ്പരിപ്പ്. ഗോതമ്പ്, ബാർലി, പയറ്, തുവരപ്പരിപ്പ്. ഇതായിരുന്നു അവരുപയോഗിച്ച ധാന്യങ്ങൾ. വീറ്റ്, ബാർലി, പീസ്, ലെൻറ്റിൽസ്. വീറ്റ്, ബാർലി, പീസ്, ലെൻറ്റിൽസ്. ഇതായിരുന്നു അവർ ഉൽപ്പാദിപ്പിച്ച ധാന്യങ്ങൾ. അത് സാധാരണ ചോദിക്കാറുണ്ട്, ഹരപ്പൻ സംസ്കാരത്തിലുള്ളവർക്ക് പരിചിതമായ ധാന്യങ്ങൾ ഏത്, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന് പരിചിതമായ ധാന്യങ്ങൾ ഏതെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കാനുള്ളത് നഗരജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് urbanism. Cities and towns are not just places with large populations. It is when an economy develops in spheres other than food production that it becomes an advantage for people to cluster in towns. അപ്പോൾ നഗരങ്ങളും പട്ടണങ്ങളും വൻതോതിൽ ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല. സമ്പദ് വ്യവസ്ഥയിൽ ഭക്ഷ്യോൽപാദനത്തിന് പുറമേയുള്ള മേഖലകൾ വികസിക്കുമ്പോൾ ജനങ്ങൾക്ക് പട്ടണങ്ങളിൽ ചേക്കേറുന്നത് അത് കൂടുതൽ ഗുണകരമായി തീർന്നിരുന്നു. Urban economics comprise besides for production, trade, manufactures and services. City people thus cease to be self-sufficient and depend on the products or services of other city people. ഭക്ഷ്യോൽപാദനത്തിന് പുറമെ നഗര സമ്പദ്ഘടനയിൽ വ്യാപാരം, ഉൽപാദനം, സേവനങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നഗരവാസികൾ സ്വയം പര്യാപ്തരല്ലാതായി തീരുകയും അവരവരുടെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി മറ്റു ജനങ്ങളെ, അതായത് നഗരത്തിലെയോ ഗ്രാമത്തിലെയോ മറ്റു ജനങ്ങളെ അവരെ ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. There is continuous interaction among them. അപ്പോൾ നിരന്തരമായിട്ടുള്ള സമ്പർക്കം, ബന്ധങ്ങൾ അവർക്കിടയിലുണ്ടായി. ഫോർ ഇൻസ്റ്റൻസ്, ദ കവർ ഓഫ് എ സ്റ്റോൺ സീൽ റിക്വയർസ് ബ്രോൺസ് ടൂൾ ആൻഡ് ഹി ഹിംസെൽഫ് കനോട്ട് മേക്ക് ആൻഡ് കളേർഡ് സ്റ്റോൺസ് ഫോർ ദ സീൽസ് ദാറ്റ് ഹി ഡസ് നോട്ട് നോ വെർ ടു ഗെറ്റ് ഇറ്റ്. ഹിസ് സ്പെഷ്യലൈസേഷൻ ഈസ് ഫൈൻ കാർവിംഗ്, നോട്ട് ട്രേഡിംഗ്. ഉദാഹരണത്തിന്, ശിലയിലെ മുദ്രകൾ കൊത്തിയുണ്ടാക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ആവശ്യമായ വെങ്കല ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വർണ്ണാഭമായിട്ടുള്ള ശിലകൾ എവിടെ നിന്ന് കിട്ടുമെന്നും അവർക്ക് അറിയൂല. കാരണം അദ്ദേഹം ഒരു വ്യാപാരിയല്ല, മറിച്ച് അതിൻ്റെ നിർമ്മാതാവ് മാത്രമാണ്. അപ്പോൾ വെങ്കല ഉപകരണ നിർമ്മാതാവ്, the bronze tool maker, does not himself to get out to the metals copper and tin. എവിടെ നിന്നാണ് കോപ്പറും ടിന്നും കിട്ടുന്നത് എന്നത് അദ്ദേഹത്തിന് അറിയില്ല. ചെമ്പ്, ഈയം തുടങ്ങിയ ലോഹങ്ങൾ നേടുന്നതിന് വേണ്ടി അത് എവിടുന്ന് ശേഖരിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മാത്രമല്ല,
Besides, he needs regular supplies of charcoal for fuel. The division of labor is a mark of urban life. അയാൾക്ക് ഇന്ധനമായി മരക്കരി അല്ലെങ്കിൽ ചാർക്കോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുന്നു അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇതിനൊക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ അറിയില്ല. ഇതിന് മറ്റൊരു തൊഴിലാളി ആവശ്യമുണ്ട്. ഇവിടെയാണ് ദ ഡിവിഷൻ ഓഫ് ലേബർ എന്ന, അതായത് ഒരു നഗര ജീവിതത്തിൽ തൊഴിലാളി വിഭജനത്തിൻ്റെ, തൊഴിൽ വിഭജനത്തിൻ്റെ ആവശ്യകത ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഏതൊരു തൊഴിലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ മറ്റൊരു തൊഴിലാളിയുടെ കൈകടത്തൽ ഉണ്ടായിരിക്കും. The earliest cities in Mesopotamia date back to the Bronze Age, 3000 BC. Bronze is an alloy of copper and tin. Using bronze means procuring these metals, often from great distances. ആദ്യകാല തൊട്ട്, അതായത് ആദ്യകാല നഗരങ്ങളുടെ കാലം BC 3000 വെങ്കലയുഗത്തിലായിരുന്നു. ചെമ്പ്, വെളുത്തുകയും എന്നിവയുടെ മിശ്രിതമാണ് വെങ്കലം എന്ന് പറഞ്ഞാൽ. യൂസിങ് ബ്രോൺസ് മീൻ പ്രൊക്വയറിംഗ് ദീസ് മെറ്റൽസ് ഓഫൺ ഫ്രം ഗ്രേറ്റ് ഡിസ്റ്റൻസസ്. വെങ്കലം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വിദൂരത്ത് നിന്നും ഈ ലോഹങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരിക എന്നതാണ് അർത്ഥം. മെറ്റൽ ടൂൾസ് were necessary for accurate carpentry, drilling bits, carving stone seals, cutting shell for inlaid furniture, etc. കൃത്യതയാർന്ന തടിപ്പണി, അതുപോലെ മുത്തുകളിൽ ദ്വാരമിടൽ, ശിലാമുദ്രകളിൽ കൊത്തുപണി ചെയ്യൽ, വീട്ടുപകരണങ്ങളുടെ അലങ്കാര പണികൾക്കായിട്ട് ചിപ്പികൾ മുറിച്ചെടുക്കൽ, ഇവയെല്ലാം ലോഹത്തിലെ ഉപകരണങ്ങൾ. അതിനൊക്കെ ലോഹത്തിൻ്റെ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ പണികളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലോഹത്തിൻ്റെ ഉപകരണങ്ങൾ വേണം. അതായത് തടിപ്പണി ചെയ്യണമെങ്കിലും, മുത്തുകളിൽ ദ്വാരമിടണമെങ്കിലും, ശിലാമുദ്രകളിൽ കൊത്തുപണി ചെയ്യണമെങ്കിലും, വീട്ടുപകരണങ്ങൾ നിർമ്മിക്കണമെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലോഹം ആവശ്യമുണ്ട്. Mesopotamian weapons were also of bronze. For example, the tips of spears that you see in the illustration on. ഓക്കെ, അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയൻ ഉപകരണങ്ങൾ, ജനങ്ങളുടെ ആയുധങ്ങൾ, ഇതൊക്കെ ഏതിലായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? വെങ്കലത്തിലായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വെങ്കലയുഗ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫർദർ, there must be a social organization in place. Fuel, metal, various stones, wood, etc. come from many different places for city manufacturers. അപ്പോൾ ഒരു സാമൂഹിക വ്യവസ്ഥ ഏതൊരു പ്രദേശത്തിന് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു, ഒരു തൊഴിലാളിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പൂർണ്ണമാവണമെങ്കിൽ മറ്റൊരു തൊഴിലാളിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു സാമൂഹിക വ്യവസ്ഥ കൂടിയേ തീരൂ. ഫ്യൂവൽ, മെറ്റൽ, വേരിയസ് സ്റ്റോൺസ്, വുഡ്, എക്സെട്ര കം ഫ്രം മെനി ഡിഫറെൻറ്റ് പ്ലേസസ് ഫോർ സിറ്റി മാനുഫാക്ചേഴ്സ്. അപ്പം നഗരങ്ങളിലെ നിർമ്മാതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം, ലോഹങ്ങൾ, വിഭിന്നമായിട്ടുള്ള ശിലകൾ, തടി തുടങ്ങിയവയെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. Thus, organized trade and storage is needed. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് ഒരു സംഘടിതമായിട്ടുള്ള വ്യാപാരവും അതിനെ ശേഖരിച്ച് വെക്കാനുള്ള ഒരു സംഭരണശാലയും ഒക്കെ ആവശ്യമായിട്ട് വന്നു. There are deliveries of grain and other food items from the village to the city, and food supplies need to be stored and distributed. അപ്പോൾ ഈ ധാന്യങ്ങളും മറ്റ് ഭക്ഷ്യസാധനങ്ങളും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഇവ സംഭരിച്ച് വിതരണം ചെയ്യുകയും വേണം. Besides, many different activities have to be coordinated. There must be not only stones but also bronze tools and pots available for seal cutters. മാത്രമല്ല വ്യത്യസ്ത പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണം, അല്ലേ? അതിനെ ഒരുമിച്ച് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം. അതിലെന്താണ്? There must be not only stone but also bronze tools and pot available for seal cutters. മുദ്രപ്പണിക്കാർക്ക് ശില മാത്രമല്ല വെങ്കല ഉപകരണങ്ങളും മൺപാത്രങ്ങളും ലഭിക്കണമായിരുന്നു. Obviously, in such a system, some people give commands, others obey,
and urban economies often require the keeping of written records. ഇത്തരം ഒരു വ്യവസ്ഥയിൽ വ്യക്തമായി ഓരോ കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോൾ മറ്റുള്ളവർ അനുസരിച്ചു. അപ്പോൾ അവിടെ മുതലാളിമാരും തൊഴിലാളികളും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങി. മാത്രമല്ല ഈ നാഗരിക സമ്പദ്ഘടനയ്ക്ക് മിക്കപ്പോഴും എന്തുണ്ടായിരുന്നു? റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അതവരുടെ അനിവാര്യമായി വന്നു. ഇത്തരം ഒരു സാമൂഹിക വ്യവസ്ഥയിൽ വിവിധ തൊഴിലാളികൾ തമ്മിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു റിട്ടൺ റെക്കോർഡ്സ് അത്യാവശ്യമായി വന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടെ ദ വാർക്ക ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു വുമൺസ് ഹെഡ്, അതിൻ്റെ ഒരു സ്കൾപ്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. This woman's head was sculptured in white marble at Uruk before 3000 BC. BC 3000 മുമ്പ് ഉറൂക്ക് നഗരത്തിൽ വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത ഒരു സ്ത്രീയുടെ തലയുടെ രൂപമാണിത്. ദ വാർക്ക ഹെഡ്, വാർക്കയുടെ തല. The eyes and eyebrows would probably have taken lapis lazuli and shell and bitumen ഇൻലേസ് റെസ്പെക്റ്റീവ്ലി. അതായത് അവരുടെ കണ്ണുകളും പുരികങ്ങളും ലാപ്പിസ് ലസൂലി, അതായത് ഒരു നീല നിറത്തിലുള്ള കല്ലാണ്, അതുകൊണ്ടും വെള്ള നിറത്തിലുള്ള ചിപ്പി കൊണ്ടും കന്മദവും ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. അവിടെ എത്രത്തോളം ഇത്തരം ആ ഒരു സംസ്കാരത്തിൽ ലാപ്പിസ് ലസൂലിയുടെ ഉപയോഗത്തെക്കുറിച്ചും ചിപ്പി, കന്മദം, കറുപ്പ് ഇവയുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. There is a groove along the top of the head, perhaps for an ornament. തലയ്ക്ക് മുകളിലൂടെയുള്ള ചാല് ഒരുപക്ഷെ ആഭരണം അണിയുവാനിരുന്നതായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. This is a world famous piece of sculpture admired for the delicate modeling of woman's mouth, chin and cheeks. ഒരു സ്ത്രീയുടെ വായ, കീഴ്ത്താടി, കവിളുകൾ എന്നിവയുടെ സൂക്ഷ്മമായ ചിത്രീകരണം കൊണ്ട് പുകഴ്ത്തപ്പെട്ട ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ശില്പമായിരുന്നു ഇത്. ആൻഡ് ഇറ്റ് വാസ് മോഡൽഡ് ഇൻ എ ഹാർഡ് സ്റ്റോൺ ദാറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോർട്ടഡ് ഫ്രം എ ഡിസ്റ്റൻസ്. വളരെ ദൂരത്തു നിന്നും കൊണ്ടുവന്നിരിക്കാവുന്ന കട്ടിയുള്ള ഒരു ശിലയിലാണ് ഈ ഒരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ബിഗിനിങ് വിത്ത് ദ procurement of stone, all the specialists who would be involved in the production of such a pieces of sculpture. ഇത്തരത്തിൽ ഒരു ശില്പത്തിൻ്റെ സൃഷ്ടിയിൽ ശിലാശേഖരണം മുതൽ പങ്കാളികളായ എല്ലാ വ്യക്തികളുടെയും പട്ടിക തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ഇൻ ടു സിറ്റീസ്. നഗരങ്ങളിലേക്കുള്ള ചരക്കുകളുടെ നീക്കത്തെക്കുറിച്ചാണ്. However rich the food resources of Mesopotamia, its mineral resources were few. മെസപ്പൊട്ടോമിയയിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അവിടെ ധാതു വിഭവങ്ങൾ കുറവായിരുന്നു. മോസ്റ്റ് പാർട്ട് ഓഫ് ദ സൗത്ത് ലാക്ഡ് സ്റ്റോൺസ് ഓഫ് ടൂൾസ്, സീൽസ് ആൻഡ് ജവൽസ്. ദ വുഡ് ഓഫ് ദ ഇറാഖി ഡേറ്റ് പാം ആൻഡ് പോപ്പുലർ വാസ് നോട്ട് ഗുഡ് ഇനഫ് for carts, cart wheels or boats, and there was no metal for tools, vessels or ornaments. അതായത് ദക്ഷിണ മേഖലയിലെ ഭൂരിഭാഗം പ്രദേശത്തും ഉപകരണങ്ങളും മുദ്രകളും ആഭരണങ്ങളും നിർമ്മിക്കാനുള്ള ശിലകൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇറാഖിലെ ഈന്തപ്പഴ മരത്തിൻ്റെയും അതുപോലെ പ്ലോപ്പാർ മരത്തിൻ്റെയും തടി, ഇറാഖി ഡേറ്റ്പാമിൻ്റെയും പോപ്ലാർ മരത്തിൻ്റെയും ഒക്കെ തടി, വാഹനത്തിൻ്റെ ചക്രം, അതുപോലെ വള്ളങ്ങൾ, ഇതൊന്നും നിർമ്മിക്കാനുള്ള അതിനുള്ള ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സോ we can surmise that the ancient Mesopotamians could have traded their abundant textiles and agricultural produce for wood, copper, tin, silver, gold, shell and various stones for Turkey and Iran or across the Gulf.
അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, മുദ്രകൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ ഇവ നിർമ്മിക്കാനുള്ള ലോഹങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാചീന മെസൊപ്പൊട്ടേമിയൻ ജനത തടി, ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ചിപ്പി, കൂടാതെ തുർക്കി, ഇറാൻ, ഗൾഫ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വ്യത്യസ്ത ശിലകൾ അവർക്ക് തങ്ങളുടെ സമൃദ്ധമായ തുണിത്തരങ്ങൾ ഒക്കെ അവർ കൈമാറ്റം ചെയ്തുകൊണ്ട് അവരത് വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം സാധനങ്ങളാണ് അവർ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്? വുഡ്, അതുപോലെ എന്തൊക്കെയായിരുന്നു? വുഡ് ഉണ്ടായിരുന്നു, കോപ്പർ, ടിന്ന്, സിൽവർ, ഗോൾഡ്, ഷെല്ല്, വേരിയസ് സ്റ്റോൺസ്. ഇതിന് പകരമായി ഇവരെന്താണ് കൊടുത്തത്? അവരുടെ തുണിത്തരങ്ങൾ, സമൃദ്ധമായ തുണിത്തരങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുമായിരുന്നു അവർ അതിന് പകരമായിട്ട് തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. These later regions had minerals resources but much less scope of agriculture. Regular exchanges possible only when there was a social organization to equip foreign expeditions, and direct exchanges were initiated by the people of southern Mesopotamia. ഒടുവിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ധാരാളം ധാതുവിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൃഷിക്കുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അതായത് ഇവർ കാർഷികോൽപ്പന്നങ്ങളും തുണിത്തരങ്ങളും ഇറാൻ, ഗൾഫ് പ്രദേശങ്ങളിലേക്ക്, തുർക്കി പ്രദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു അല്ലേ. ഇവിടെ ഒക്കെ എന്താണ്, ധാതുവിഭവങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് കൃഷിക്ക് സാധ്യത കുറവായിരുന്നു. അങ്ങനെ വിദേശ പര്യടനങ്ങൾ സജ്ജമാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ പതിവ് വിനിമയങ്ങൾ നടത്തുന്നതിന് മുൻകൈയെടുത്തിരുന്നത് ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിലെ ജനങ്ങളായിരുന്നു. ഒരു സംഘടിത സാമൂഹ്യ വ്യവസ്ഥയിൽ മാത്രമായിരുന്നു ഇത് സാധ്യമാവുക. അപ്പോൾ ദക്ഷിണ മെസൊപ്പൊട്ടേമിയയുടെ പ്രത്യേകത നമ്മൾ എന്താ പറയുന്നത്? നഗരങ്ങൾ ആവിർഭവിച്ചു, എഴുത്തുവിദ്യ ആവിർഭവിച്ചു, അവിടെ സാമ്രാജ്യങ്ങൾ, അതായത് വിവിധ ഭരണ സംവിധാനങ്ങൾ ആവിർഭവിച്ചു അല്ലേ. അപ്പോൾ ഈ പ്രദേശമായിരുന്നു ഇറാൻ, തുർക്കി, ഗൾഫ് പ്രദേശങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും തടി, ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ചിപ്പി തുടങ്ങി അതുപോലെ വിവിധ തരത്തിലുള്ള ശിലകൾ ഇതൊക്കെ ഇറക്കുമതി ചെയ്തു. പകരം അവരുടെ തുണിത്തരങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും അവരെ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. Besides craft, trade and services, efficient transport is also important for urban development. അതായത് ഈ കരകൗശലം, വ്യാപാരം, സേവനങ്ങൾ എന്നിവയ്ക്ക് പുറമെ കാര്യക്ഷമമായിട്ടുള്ള ഗതാഗതത്തിനും നഗരവികസനത്തിന് പ്രാധാന്യമുണ്ട്. If it takes too much time or too much animal feed to carry grain or charcoal into cities on pack animals or bullock carts, the city economy will not be viable. അതായത് ഈ ധാന്യങ്ങളും മരക്കരിയും മൃഗങ്ങളുടെ ചുമലിൽ കയറ്റിയിട്ടോ അല്ലെങ്കിൽ കാളവണ്ടിയിൽ കയറ്റിയിട്ടോ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് കൂടുതൽ സമയമോ അതുപോലെ മൃഗങ്ങൾക്ക് കൂടുതൽ തീറ്റയോ ആവശ്യമായിട്ട് വരുമ്പോൾ ആ നഗര സമ്പദ് വ്യവസ്ഥ വിജയിക്കില്ല. The cheapest mode of transportation is everywhere over water. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലായിടത്തും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗതാഗത സംവിധാനം ഏത് തന്നെയാണ്? ജലഗതാഗതം തന്നെയാണ്. റിവർ ബോട്ട്സ് ഓർ ബാഗ്സ് ലോഡഡ് വിത്ത് സാക്സ് ഓഫ് ഗ്രെയിൻ ആർ propelled by the current of the river and or wind, but when animals transport goods they need to be fed. ചാക്ക് കണക്കിന് ധാന്യങ്ങൾ നദിയിലൂടെ ജലത്തിൻ്റെ ഒഴുക്കോ കാറ്റോ ഇവ രണ്ടും കൂടിയോ മുന്നോട്ട് പായിക്കുന്ന വള്ളത്തിൻ്റെ സഹായത്തോടെ കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ സാധനങ്ങൾ കൊണ്ടുപോകാനായി മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് ഓരോ ഇടത്താവളങ്ങളിൽ വെച്ച് അവർക്ക് തീറ്റ കൊടുക്കണം. ദ കനാൽസ് and natural canals of the ancient Mesopotamia were in fact roads of good transport between large and small settlements. And in the account on the city of Mary later in the chapter, the importance of the Euphrates as a world route will become clear. അതായത് നമ്മുടെ പ്രാചീന മെസൊപ്പൊട്ടേമിയയിലെ തോടുകളും പ്രകൃതിദത്തമായ നീർച്ചാലുകളും ഫലത്തിൽ വലുതും ചെറുതുമായ ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലുള്ള ഗതാഗത മാർഗങ്ങളായിരുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ മാരി നഗരത്തെക്കുറിച്ചുള്ള വിവരണം പരിശോധിക്കുമ്പോൾ ഒരു ലോകപാത എന്ന നിലയിൽ നമുക്ക് യൂഫ്രട്ടീസ് നദിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
വേൾഡ് റൂട്ട് എന്ന രീതിയിൽ യൂഫ്രട്ടീസ് നദിക്കുള്ള ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതായത് അവിടെ വിവിധ പ്രദേശങ്ങൾ തമ്മിലും ആ മെസപ്പൊട്ടോമിയയിലെ തന്നെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലും ഒക്കെ ബന്ധിപ്പിക്കാൻ ഇത്തരം കനാലുകളിലൂടെയുള്ള സാധന കൈമാറ്റ രീതി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഡെവലപ്മെന്റ് ഓഫ് റൈറ്റിംഗ് എന്നതാണ്. All societies have languages in which certain spoken sounds convey certain meanings. അപ്പോൾ എല്ലാ സമൂഹങ്ങൾക്കും ചില അർത്ഥങ്ങൾ കൈമാറുന്ന സംസാര ശബ്ദങ്ങളുള്ള ഭാഷകളുണ്ട്. ഇതിനെയാണ് എന്ത് പറയുക, വെർബൽ കമ്മ്യൂണിക്കേഷൻ അഥവാ വാചിക ആശയവിനിമയം എന്ന് പറയുക. അപ്പം എല്ലാ സമൂഹങ്ങൾക്കിടയിലും ചില അർത്ഥങ്ങൾ കൈമാറുന്ന എന്തുണ്ട്, സംസാര ശബ്ദങ്ങളുണ്ട്. ഇതിനെയാണ് വാചിക ആശയവിനിമയം എന്ന പേരിൽ അറിയപ്പെടുക. റൈറ്റിംഗ് ടു is verbal communication but in the different way. അതായത് എഴുത്ത് വ്യത്യസ്തമായ വഴികളിലൂടെ വാചികമായ ആശയവിനിമയം സാധ്യമാണ്. അതായത് വിവിധ സ്ഥലങ്ങളിലെ എഴുത്തുകൾ വ്യത്യസ്തമാണെങ്കിലും അവിടെ വാചികമായ ആശയവിനിമയം നടക്കുന്നുണ്ട്. But in a different way. When we talk about writing or a script, we mean that spoken sounds are represented in visible signs. അപ്പോൾ എന്താണ്, എഴുത്ത് വിദ്യയെയോ ലിപിയെയോ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് അടയാള മുദ്രകൾ പ്രതിനിധീകരിക്കുന്ന ചില സംസാര ശബ്ദങ്ങളാണ്. അതിൽ അങ്ങനെയുള്ള സയൻസാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. The first Mesopotamian tablets written around 2200 BC contained picture-like sign and numbers. അതിൽ എന്തൊക്കെയാണുള്ളത്, ചിത്രരൂപങ്ങളും മുദ്രകളുമാണ് ഉണ്ടായിരുന്നത്. BC 3200 എഴുതപ്പെട്ട ആദ്യത്തെ മെസപ്പൊട്ടോമിയൻ ഫലകത്തിൽ എന്താണുള്ളത്, മുദ്രകളും ചിത്രരൂപങ്ങളുമാണ് ഉണ്ടായിരുന്നത്. These were about 5000 list of oxen, fish, breed leaves, etc. list of goods that were brought into the distributed from the temples of Uruk, the city in the south. Okay, അപ്പം എന്താണ്, നമ്മുടെ ഈ ഒരു വസ്തുക്കളെല്ലാം ദക്ഷിണ ഭാഗത്തുള്ള ഉറൂക്കിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതോ അവിടെ നിന്നും വിതരണം ചെയ്തതോ ആയിരുന്നു. Okay, clearly, writing began when society needed to keep records of transactions because in the city life transaction occurred at different times and involved many people and a variety of goods. അതായത് ഈ ഒരു കൈമാറ്റങ്ങളുടെ രേഖകൾ സമൂഹങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് എഴുത്ത് കൃത്യമായിട്ട് ആരംഭിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ നഗര ജീവിതത്തിലെ വ്യത്യസ്ത വസ്തുക്കളുടെ വിനിമയങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ അനവധി ആളുകൾ നടത്തിയതാണ്. അപ്പോൾ ഇതിനൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എഴുത്ത് വിദ്യ മെസപ്പൊട്ടോമിയയിൽ ആരംഭിച്ചിട്ടുള്ളത്. Mesopotamian wrote a tablets of clay. A scribe would wet clay and pat it into a size he could hold comfortably in one hand. അതായത് മെസപ്പൊട്ടോമിയൻ ജനത കളിമണ്ണിന്റെ ഫലകങ്ങളിലായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഴുത്തുകാരന് കളിമണ്ണ് നനച്ച ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ഒരു ഫലകം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഹി വുഡ് കെയർഫുള്ളി സ്മൂത്തൻ ഇറ്റ് സർഫേസ്. അതിൻ്റെ ഉപരിതലം നല്ലപോലെ എന്ത് ചെയ്യും, മിനുസപ്പെടുത്തും, അതിനെ സ്മൂത്തനാക്കി മാറ്റും. വിത്ത് ദ ഷാർപ്പ് എൻഡ് ഓഫ് ദ റീഡ് കട്ട് ഒബ്ലിക്ലി ഹി വുഡ് പ്രസ് വേർഡ്സ് ഷേപ്ഡ്, അതായത് യൂണിഫോം ഷേപ്ഡ് സൈൻസ് ഓൺ ടു ദ സ്മൂത്തൻഡ് സർഫേസ് while it was still moist. അതായത് ആപ്പിന്റെ ആകൃതിയിൽ ചരിച്ചു മുറിച്ച ഒരു ഈറയുടെ മുനയുള്ള അറ്റം കൊണ്ട് നനഞ്ഞ ഫലകത്തിന്റെ മുകളിൽ ആപ്പിന്റെ ആകൃതിയിൽ യൂണിഫോം ഷേപ്പിൽ ഇങ്ങനെ മുദ്രകൾ പതിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വൺസ് ഡ്രൈഡ് ഇറ്റ് സൺ ദ ക്ലേ വുഡ് ഹാർഡൻ ആൻഡ് ടാബ്ലറ്റ്സ് വുഡ് ബി ഓൾമോസ്റ്റ് ഡെസ്ട്രക്റ്റബിൾ ആസ് പോട്രി. അതായത് ഇതിനെന്ത് ചെയ്യും, സൂര്യപ്രകാശത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി അത് കട്ടിയാവും. പിന്നീട് ആ മൺപാത്രങ്ങളെ പോലെ അത് നശിക്കപ്പെടാത്ത രീതിയിൽ നിൽക്കും. അതിനെ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കും. വെൻ എ റിട്ടൺ റെക്കോർഡ് ഓഫ് സേ ദ ഡെലിവറി ഓഫ് പീസസ് ഓഫ് മെറ്റൽ ഹാഡ് ceased to be relevant.
the tablet was thrown away. ഉദാഹരണമായി ലോഹങ്ങളുടെ വിതരണത്തെക്കുറിച്ചുള്ള ഒരു രേഖയുടെ കാലാവധി കഴിയുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഫലകത്തിന്റെ പ്രാധാന്യം നഷ്ടമാവും. അതോടുകൂടി അവരത് ഉപേക്ഷിക്കും. ഒരു ലോഹത്തിന്റെ വിതരണം കഴിഞ്ഞാൽ അതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഫലകം അതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കും. Once the surface dried, signs could not be pressed onto the tablet, so each transaction, however minor, required a separate written tablet. അപ്പോൾ എന്താണ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ഓരോ വിനിമയത്തിനും ഓരോ ഫലകം ആവശ്യമുണ്ടാവും. ചെറിയ വിനിമയമാണെങ്കിലും വലിയ വിനിമയമാണെങ്കിലും. അപ്പോൾ ഈ ഉപരിതലം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലൊന്നും പതിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പതിക്കുന്നതിലേക്ക് പിന്നെ ഒന്നും ആഡ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ആ ഒരു വിനിമയത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കളയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ മെസപ്പൊട്ടേമിയയിലെ ഓരോ സ്ഥലത്തു നിന്നും നൂറുകണക്കിന് ഫലകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടേതിന് വ്യത്യസ്തമായ മെസപ്പൊട്ടേമിയയുടെ ചരിത്രത്തെക്കുറിച്ച് ധാരാളം സ്രോതസ്സുകളുണ്ട്. Then by 2600 BC or so, the letters became cuneiform. The language was Sumerian. അപ്പോൾ 2600 BC കൂടി അക്ഷരങ്ങൾ ക്യൂണിഫോമും അവരുടെ ഭാഷ സുമേറിയനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ റൈറ്റിംഗ് വാസ് നൗ യൂസ്ഡ് നോട്ട് ഓൺലി ഫോർ കീപ്പിംഗ് റെക്കോർഡ്സ് ബട്ട് ഓൾസോ ഫോർ മേക്കിംഗ് dictionaries, giving legal validity to land transfers, narrating the deeds of kings, announcing the changes a king had made in the customary laws of lands. അതോടുകൂടി രേഖകൾ സൂക്ഷിക്കുന്നതിന് പുറമെ നിഘണ്ടുക്കൾ തയ്യാറാക്കുക, ഭൂമി കൈമാറ്റത്തിന് നിയമപരമായ അംഗീകാരം നൽകുക, രാജാവിന്റെ പ്രവർത്തനങ്ങളെ വിവരിക്കുക, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളിൽ രാജാവ് വരുത്തിയ മാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കുക, ഇവയൊക്കെ എഴുത്തുവിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. സുമേറിയൻ, the earliest known language of Mesopotamia, was gradually replaced after 2400 BC by Akkadian language. അപ്പോൾ അക്കാദിയൻ ലാംഗ്വേജിന് പകരമായിട്ട് BC 2400 കൂടി സുമേറിയൻ ഭാഷ കടന്നു വന്നു. സുമേറിയന്റെ സ്ഥാനത്ത് അക്കാദിയൻ ഭാഷ കടന്നു വന്നു. സി 1-ാം നൂറ്റാണ്ട് വരെ ക്യൂണിഫോം റൈറ്റിംഗ്സ് ഇൻ ദ അക്കാദിയൻ ലാംഗ്വേജ് കണ്ടിന്യൂഡ് ഇൻ യൂസ് അണ്ടിൽ ദ ഫസ്റ്റ് സെഞ്ചുറി CE, ദാറ്റ് ഈസ് ഫോർ മോർ ദാൻ 2000 ഇയേഴ്സ്. അപ്പം CE 1-ാം നൂറ്റാണ്ട് വരെ ഏകദേശം 2000-ലധികം വർഷങ്ങൾ അക്കാദിയൻ ഭാഷ ക്യൂണിഫോം എഴുത്ത് രീതിക്ക് ഉപയോഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ സുമേറിയൻ ഭാഷ മാറി 2400 കൂടി ഏത് ഭാഷ വന്നു, അക്കാദിയൻ ഭാഷ വന്നു. ഈ അക്കാദിയൻ ഭാഷ CE 1-ാം നൂറ്റാണ്ട് വരെയുള്ള 2000-ലധികം വർഷങ്ങൾ നിലനിന്നു. അക്കാദിയൻ പ്ലസ് ക്യൂണിഫോം, അക്കാദിയൻ പ്ലസ് ക്യൂണിഫോം ആണ്. അപ്പോൾ 2600 കൂടി ഏതായിരുന്നു, സുമേറിയൻ പ്ലസ് ക്യൂണിഫോം ആണെങ്കിൽ 2400 കൂടി ഏത് വന്നു, അക്കാദിയൻ പ്ലസ് ക്യൂണിഫോം എന്നുള്ള രീതിയിൽ വന്നു. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് റൈറ്റിംഗ് അഥവാ എഴുത്ത് രീതിയെക്കുറിച്ചാണ് നോക്കാനുള്ളത്. The sound that a cuneiform sign represented was not a single consonant or vowel. ഒരു ക്യൂണിഫോം മുദ്ര പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യഞ്ജനാക്ഷരത്തെയോ ഒരു സ്വരാക്ഷരത്തെയോ അല്ല, മറിച്ചോ ഒരു ശബ്ദം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. Thus, the signs that a Mesopotamian scribe had to learn ran into hundreds, and he had to be able to handle a wet tablet and get it written before it dried. അതുകൊണ്ട് തന്നെ മെസപ്പൊട്ടേമിയയിലെ ഒരു എഴുത്തുകാരന് നൂറുകണക്കിന് മുദ്രകൾ പഠിക്കേണ്ടി വരും. അദ്ദേഹം ഒരു ഈർപ്പമുള്ള ഫലകം കൈകാര്യം ചെയ്യുന്നതിനും അത് ഉണങ്ങുന്നതിന് മുമ്പ് എഴുതുന്നതിനും വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. സോ റൈറ്റിംഗ് വാസ് എ സ്കിൽഡ് ക്രാഫ്റ്റ്, ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് വാസ് ആൻ എനോമസ് ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ് കൺവേയിങ് വിഷ്വൽ ഫോം ദ സിസ്റ്റം ഓഫ് സൗണ്ട്സ് ഓഫ് പർട്ടിക്കുലർ ലാംഗ്വേജ്. അതായത്
അതിനേക്കാൾ ഉപരി ഒരു പ്രത്യേക ഭാഷയിലെ ശബ്ദ സമ്പ്രദായത്തെ ദൃശ്യരൂപത്തിൽ വിനിമയം ചെയ്യുന്ന വലിയ ഒരു ഭൗതിക നേട്ടം കൂടിയായിരുന്നു മെസപ്പൊട്ടേമിയയിലെ എഴുത്ത് രീതി. ഓക്കെ, ഒരു വലിയൊരു ഭാഷയിലെ ശബ്ദ സമ്പ്രദായങ്ങളെ ദൃശ്യരൂപത്തിൽ അവിടെ വിനിമയം ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി മെസപ്പൊട്ടേമിയൻ എഴുത്ത് രീതിയിൽ ഉണ്ടായിരുന്നു. ഇനി ലിറ്ററസി, അവിടുത്തെ സാക്ഷരതയെക്കുറിച്ചാണ് പറയുന്നത്. വെരി ഫ്യൂ മെസപ്പൊട്ടേമിയൻസ് കുഡ് റീഡ് ആൻഡ് റൈറ്റ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുണ്ടായിരുന്നുള്ളൂ. നോട്ട് ഓൺലി വേർ ദർ ഹൺഡ്രഡ്സ് ഓഫ് സയൻസ് ടു ലേൺ, മെനി ഓഫ് ദീസ് വേർ കോംപ്ലക്സ്. A king could read. He made sure that this was recorded in one of his boastful inscriptions. For the most part, however, writing reflected the mode of speaking. വളരെ കുറച്ച് മെസപ്പൊട്ടേമിയക്കാർക്ക് മാത്രമേ എന്തറിയാമായിരുന്നുള്ളൂ, എഴുത്തും വായന അറിയാമായിരുന്നുള്ളൂ. അവർ പഠിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് മുദ്രകൾ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, അവ പലതും സങ്കീർണമായിരുന്നു. ഒരു രാജാവിന് വായിക്കാൻ അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അക്കാര്യം തന്റെ ആത്മപ്രശംസാപരമായ ലിഖിതത്തിലൊന്നിൽ രേഖപ്പെടുത്തി അതിനെ ഉറപ്പിച്ചു വെക്കും. എന്നിരുന്നാലും മിക്കവാറും ഭാഗങ്ങളിലും എഴുത്ത് സംസാര രീതിയെ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാര രീതിക്ക് അനുസരിച്ചുള്ള ദൃശ്യരൂപത്തിലുള്ള എഴുത്ത് സമ്പ്രദായമായിരുന്നു മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്നത്. എ ലെറ്റർ ഫ്രം ആൻ ഒഫീഷ്യൽ വുഡ് ഹാവ് ടു ബി റീഡ് ഔട്ട് ടു ദ കിങ്, സോ ഇറ്റ് വുഡ് ബിഗിൻ. അതായത് ഒരു ഉദ്യോഗസ്ഥന്റെ കത്ത് രാജാവിന് വായിച്ചു കേൾപ്പിക്കണമായിരുന്നു. അതിനാൽ അത് ആരംഭിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ, ടു മൈ ലോർഡ് സ്പീക്ക്, thus says your servant. ഈ രീതിയിൽ, അതായത് എൻ്റെ പ്രഭു ആയ ഇന്ന ആളോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ആ കാലത്ത് അവരുടെ ഭരണ സംവിധാനത്തിലും എഴുത്തുവിധിയുടെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നതാണ്. ഇനി ദ യൂസസ് ഓഫ് റൈറ്റിംഗ്, എഴുത്തിൻ്റെ ഉപയോഗങ്ങൾ. ദ കണക്ഷൻ ബിറ്റ്വീൻ സിറ്റി ലൈഫ്, ട്രേഡ് ആൻഡ് റൈറ്റിംഗ്സ് is brought out in a long Sumerian epic poem about Enmarkar, one of the earliest rulers of Uruk. ഉറൂക്കിലെ ഒരു പ്രമുഖ ഭരണാധികാരിയായിരുന്ന എൻമാർക്കറെ കുറിച്ചുള്ള ദീർഘമായിട്ടുള്ള ഒരു സുമേറിയൻ ഇതിഹാസ കാവ്യത്തിൽ അക്കാലത്തെ നഗരജീവിതം, കച്ചവടം എന്നിവയ്ക്ക് എഴുത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. In Mesopotamian tradition, Uruk was a city par excellence, often known simply as city. ഇതിഹാസ കാവ്യങ്ങളിൽ അക്കാലത്തെ എഴുത്തുവിധിയെക്കുറിച്ച് പറയുന്നു. മെസപ്പൊട്ടേമിയൻ പാരമ്പര്യത്തിൽ നഗരം എന്നറിയപ്പെടുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഉറൂക്ക്. ഉറൂക്കിലെ ഭരണാധികാരിയായിരുന്നു എൻമാർക്കർ. സുമേറിയൻ ഇതിഹാസമായിരുന്നു. Enmarkar is associated with the organization of the first trade of Sumer. In the early days, the epic says, trade was not known. Enmarkar wanted to lapis lazuli and precious metals for the beautification of the city temple and sent his messenger out to get them from the chief of a very distant land called Arata. ഓക്കെ, അപ്പം സുമേറിലെ ആദ്യത്തെ വ്യാപാരത്തിൻ്റെ സംഘാടകനായിട്ടാണ് എൻമാർക്കർ അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ വ്യാപാരം എന്തെന്നറിയില്ലാത്ത ഒരു സമയമായിരുന്നു. എൻമാർക്കർ നഗരക്ഷേത്രത്തിലെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനീലക്കല്ലുകളും അമൂല്യ ലോഹങ്ങളും നഗരക്ഷേത്രം മോടി പിടിക്കാൻ വേണ്ടിയിട്ട് അവ ലഭിക്കാൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിലേക്ക് അവിടുത്തെ മുഖ്യന്മാരുടെ അടുത്തേക്ക് സന്ദേശവാഹകരെ അയച്ചിട്ടുണ്ട്. അങ്ങനെ അയച്ച ഒരു പ്രമുഖ പ്രദേശമായിരുന്നു അറാട്ട എന്ന പ്രദേശം. ദ മെസ്സഞ്ചർ ഹീഡഡ് ദ വേർഡ് ഓഫ് കിങ്. ബൈ നൈറ്റ് ഹി വെന്റ് ജസ്റ്റ് ബൈ ദ സ്റ്റാർസ്. ബൈ ഡേ ഹി വുഡ് ഗോ ബൈ ഹെവൻസ് സൺ ഡിവൈൻ. ഹി ഹാഡ് ടു അപ്പ് ഇൻ ടു ദ മൗണ്ടൈൻ റേഞ്ചസ്, had to come down out of the mountain ranges. The people of Susa, the mountains, saluted him like tiny mice. 5 mountain ranges, 6 mountain ranges, 7 mountain ranges he crossed. ഇവിടെ
മൈസ് എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകനാണ്, മെസ്സഞ്ചറാണ്. അപ്പം നക്ഷത്രങ്ങളെ നോക്കി അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ യാത്ര തിരിച്ചു. അതിന് പുറകെ അദ്ദേഹം നക്ഷത്രങ്ങളെ നോക്കി ഇങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ സ്വർഗത്തിലെ സൂര്യന്റെ വിശുദ്ധിയിലും അദ്ദേഹം യാത്ര തിരിച്ചു. അതായത് പകൽ സ്വർഗത്തിലെ സൂര്യന്റെ വിശുദ്ധിയിലും രാത്രിയിലും ഒക്കെ അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പർവ്വതനിരയുടെ ഉയരങ്ങളിലേക്ക് പോവുകയും തിരിച്ച് താഴേക്ക് വരികയും ഒക്കെ ചെയ്യണം. പർവ്വതങ്ങളുടെ താഴ്വാരത്തിലുള്ള സൂസയിലെ ഒരു നഗരമാണ്. സൂസ എന്നതിലെ ഒരു നഗരത്തിലെ ജനങ്ങള് ചുണ്ടലികളെ പോലെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇവർക്ക് നല്ല പ്രാധാന്യം കിട്ടി. അതിനുശേഷം അദ്ദേഹം 5, 6, 7 പർവ്വതനിരകളെ താണ്ടിയിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. എപ്പിക്സ് ഇതിഹാസമാണ്. The messenger could not get the chief of Arata to part with the lapis lazuli or silver, and he had to make a long journey back to forth again and again, carrying threats and promises from the king of Uruk. അദ്ദേഹത്തിന് ഇന്ദ്രനീലക്കല്ലോ വെള്ളിയോ ഒന്നും തന്നെ കിട്ടിയില്ല. സന്ദേശവാഹകന് അറാട്ടയിലെ മുഖ്യനെ കൊണ്ട് ഇവയൊന്നും സമ്മതിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദീർഘമായ ഒരു യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടന്നു. അങ്ങനെ ഉറൂക്കിലെ രാജാവിൽ നിന്ന് ഭീഷണിയും ഒപ്പം വാഗ്ദാനങ്ങളും അയാൾ കൈമാറിക്കൊണ്ടേയിരുന്നു. അവസാനമായിട്ട് എന്ത് സംഭവിച്ചു? ഹി ഗോട്ട് ഓൾ മെസ്സേജസ് മിക്സ്ഡ് അപ്പ് and Marker formed a clay tablet in his hand and he wrote the words down. In those days there has been no writing down for words on clay. അപ്പോൾ സന്ദേശവാഹകൻ അദ്ദേഹത്തിന് ആശയക്കുഴപ്പമുണ്ടായി. അദ്ദേഹത്തിന് എന്മാർക്കർ ഒരു കളിമൺ ഫലകം ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം എഴുതി ചേർക്കുകയും ചെയ്തു. അപ്പോൾ അക്കാലത്ത് അതിനു മുമ്പ് കളിമണ്ണിൽ എഴുതുന്ന രീതി നിലവിലുണ്ടായിരുന്നില്ല. Given the tablet, the ruler of Arata examined the clay. The spoken words were nails. His face was frowning. He kept looking at the tablet. തനിക്ക് ലഭിച്ച കളിമൺ ഫലകം അറാട്ടയിലെ ഭരണാധികാരി പരിശോധിച്ചു. വാക്കുകൾ ആണികൾ പോലെയായിരുന്നു. അദ്ദേഹം ദേഷ്യം പിടിച്ച ഫലകങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. This should not be taken as literal truth, but it can be inferred that the Mesopotamians understanding it was kingship that organized trade and writing. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് അക്ഷരം പ്രതി സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ മെസപ്പൊട്ടോമിയക്കാരുടെ ഈ ധാരണയിൽ നിന്ന് രാജവാഴ്ചയാണ് വ്യാപാരവും എഴുത്തും സംഘടിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. This poem also tells us that desires being a means of stories, information and sending messages as far writing was seen superiority of Mesopotamian urban culture. വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സന്ദേശങ്ങൾ വിദൂരങ്ങളിലേക്ക് അയക്കുന്നതിനുമുള്ള മാധ്യമം എന്നതിന് പുറമെ എഴുത്തുവിദ്യ മെസോപ്പൊട്ടോമിയയിലെ നാഗരിക സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പ്രതാപത്തിന്റെ ഒരു പ്രതീകമായിരുന്നു എന്നും ഈ ഒരു കാര്യം ഈ കഥ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ കഥയും ഈ കവിതയും അതിനു മുമ്പ് ഒരു കവിത പറയുന്നുണ്ട്. ഇന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? മെസപ്പൊട്ടോമിയക്കാരുടെ അതായത് രാജവാഴ്ചയിൽ നിന്നുമാണ് വ്യാപാരവും എഴുത്തും വളർന്നു വന്നതെന്നും അവർക്കിടയിലുള്ള വ്യാപാര ബന്ധങ്ങളുടെ ഒരു റിസൾട്ടായിരുന്നു എഴുത്തുവിദ്യയുടെ ആവിർഭാവം എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അർബനൈസേഷൻ ഇൻ സദേൺ മെസപ്പൊട്ടോമിയ, ടെമ്പിൾസ് ആൻഡ് കിങ്സ്, അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. From 5000 BC, settlements had begun to develop in southern Mesopotamia. The earliest cities emerged from some of these settlements. അതായത് BC 5000 മുതൽ ദക്ഷിണ മെസപ്പൊട്ടോമിയയിൽ മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. The earliest cities emerged from some of these settlements. അതായത് ഈ വാസസ്ഥലങ്ങളിലെ ചിലതിന് അതിൽ നിന്നാണ് ഇന്ന് ആദിമ നഗരങ്ങൾ രൂപപ്പെട്ടത്. They were of various kinds. Those that gradually developed around temples, those that developed as centers of trade and imperial cities. ഇവ തന്നെ പലതരത്തിലും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ക്രമേണ വളർന്നു വന്ന നഗരങ്ങൾ,
വാണിജ്യ കേന്ദ്രങ്ങളായി വളർന്നു വന്ന നഗരങ്ങൾ, സാമ്രാജ്യ നഗരങ്ങൾ എന്നിവയ്ക്കായിരുന്നു അവ. It is cities of first two kinds that will be discussed here. ഇതിൽ ആദ്യത്തെ 2 തരം നഗരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. Early settlers begin to build and rebuild temples at selected spots in their villages. അപ്പോൾ ആദ്യകാല താമസക്കാര് ഗ്രാമങ്ങളിലെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. The earliest known temple was a small shrine made of unbaked bricks. ചുട്ടെടുക്കാത്ത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ദേവാലയമായിരുന്നു ആദ്യത്തെ ക്ഷേത്രം. Temples were the residences of various gods, of moon god of Or, Inanna of goddess of love and war. അതായത് ക്ഷേത്രങ്ങൾ വ്യത്യസ്ത ദൈവങ്ങളുടെ വാസസ്ഥലങ്ങളായിരുന്നു. ഊർ പട്ടണത്തിലെ ചന്ദ്രദേവൻ, സ്നേഹത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനായ ഇനാന, അപ്പം മൂൺ ഗോഡ് ഉണ്ട്, സ്നേഹത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവതയായിട്ടുള്ള ഇനാനയുണ്ട്. ഇനി എന്താണ് പറയുന്നത്? കൺസ്ട്രക്റ്റഡ് ഇൻ ബ്രിക്ക് ടെമ്പിൾ ബിക്കേം ലാർജർ ഓവർ ടൈം, ദ സെവറൽ റൂംസ് അറൌണ്ട് അപ്പോൺ കോർട്ട്യാർഡ്സ്. ഇഷ്ടികകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങൾക്കൊപ്പം കുറേ കാലത്തിന് ശേഷം നടുമുറ്റവും അതിനു ചുറ്റും മുറികളും ഒക്കെ കൂട്ടിച്ചേർത്ത് അതിനെ അങ്ങോട്ട് വിശാലമാക്കി. സം ഓഫ് ദ ഏർലി വൺസ് were possibly not unlike the ordinary house, for the temple was house of God, but the temples always had their outer walls going in the out at regular intervals, which no ordinary building ever had. അതായത് ആദ്യകാലത്തെ ക്ഷേത്രങ്ങളിൽ പലതും സാധാരണ വീടുകളിൽ നിന്ന് വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. കാരണം ക്ഷേത്രം ഒരു ദൈവത്തിന്റെ ഭവനമായിരുന്നു. പക്ഷേ ക്ഷേത്രങ്ങൾക്ക് എപ്പോഴും സാധാരണ കെട്ടിടത്തിൽ നിന്ന് വ്യത്യസ്തമായി പുറത്ത് മതിലുകളുണ്ടായിരുന്നു. അവയിൽ അകത്തേക്കും പുറത്തേക്കും പോകാനായി ഇടയ്ക്കിടയ്ക്ക് വഴികളും ഉണ്ടായിരുന്നു. The god was the focus of worship. To him or her people brought grain, curd and fish. അപ്പോൾ ആരാധനയുടെ കേന്ദ്രമായിരുന്ന ദൈവത്തിന് ജനങ്ങൾ ധാന്യങ്ങൾ, തൈര്, അതുപോലെ മത്സ്യങ്ങൾ ഇവയൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തെളിവുണ്ട്. അവിടെ ഫിഷിന്റെ ബോൺസ് ഉണ്ട്. ഇതൊക്കെ ഒരു തെളിവാണ്. The god was also the theoretical owner of agricultural fields, the fisheries, the herds of local community. അതായത് തത്വത്തില് ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൃഷിപ്പാടങ്ങള്, മത്സ്യസമ്പത്ത്, നാൽക്കാലിക്കൂട്ടം ഇവയുടെ എല്ലാം ഉടമ ആരായിരുന്നു? ഈ ഒരു ഗോഡായിരുന്നു. ഇൻ ടൈം ദ പ്രോസസിംഗ് ഓഫ് പ്രൊഡ്യൂസ് വാസ് ഓൾസോ ഡൺ ഇൻ ദ ടെമ്പിൾ. എവിടെ തന്നെയായിരുന്നു? അമ്പലത്തിൽ തന്നെയായിരുന്നു അതിന്റെ പ്രോസസിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓർഗനൈസർ ഓഫ് പ്രൊഡക്ഷൻ അറ്റ് എ ലെവൽ എബോവ് ദ ഹൗസ് ഹോൾഡ്, employer of merchants and keeper of written records of distribution and alerts of grain plus animals, breed, beer, fish, etc. The temple gradually developed its activities and became main urban institution. അതായത് കാലക്രമേണ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, ഉദാഹരണത്തിന് എണ്ണയാട്ട്, ധാന്യങ്ങള് പൊടിക്കല്, നെയ്ത്ത്, കമ്പിളി വസ്ത്രങ്ങൾ, തുന്നല് ഇവയൊക്കെ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഭവനങ്ങൾക്ക് അപ്പുറത്തുള്ള ഉൽപാദനത്തിന്റെ സംഘാടകന്, അതുപോലെ കച്ചവടക്കാരുടെ തൊഴിൽദാതാവ്, അതുപോലെ മത്സ്യം, ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലഹരി പാനീയം, റൊട്ടി, അതുപോലെ നിലമുഴുവാനുള്ള മൃഗങ്ങള്, പിന്നെ ധാന്യങ്ങളുടെ പങ്കിടല്, വിതരണം ഇതൊക്കെ എഴുതപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലം ഏതായി മാറി? ക്ഷേത്രമായി മാറി. ചുരുക്കത്തില് എല്ലാ തരത്തിലുള്ള നഗരത്തിന്റെ പ്രവർത്തന മേഖലകളുടെ ഒരു പ്രധാന കേന്ദ്രമായി ക്ഷേത്രം മാറുകയാണ് ചെയ്യുന്നത്. There was also another factor on the scene. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു ഘടകം കൂടിയുണ്ട്. എന്താണ്? എല്ലാ നാഗരികമായിട്ടുള്ള ക്രയവിക്രയങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഇതിനുണ്ട്. എന്താണത്?
In spite of natural fertility, agriculture was subject to hazards. പ്രകൃതിദത്തമായ ഫലഭൂഷ്ഠത ഉണ്ടായിരുന്നെങ്കിലും കൃഷിക്ക് ചില അപകട സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? The natural outlet channels of Euphrates would have too much water one year and flood crops, and sometimes they would change course altogether. യൂഫ്രട്ടീസ് നദിയുടെ സ്വാഭാവിക കൈവഴികൾ വർഷം തോറും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും കരകവിഞ്ഞൊഴുകുകയും ദിശ മാറി ഒഴുകുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുരാവസ്തു രേഖകൾ പറയുന്നത് മെസൊപ്പൊട്ടേമിയയുടെ ചരിത്രത്തിൽ പലപ്പോഴും ഗ്രാമങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ടായിരുന്നു. യൂഫ്രട്ടീസ് നദി ഒരിക്കൽ പോകുന്ന വഴിയിലായിരിക്കില്ല അടുത്ത വർഷം പോവുക. ആ ഒരു ദിശ മാറി ഒഴുകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഗ്രാമങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരാറുണ്ടായിരുന്നു. ആസ് ദ ആർക്കിയോളജിക്കൽ റെക്കോർഡ് ഷോസ് വില്ലേജസ് ആൻഡ് ദർ വേർ മാൻമെയ്ഡ് പ്രോബ്ലംസ് ആസ് വെൽ. എന്താണ് അതിങ്ങനെ പറഞ്ഞാൽ? ഇതിന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താ മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ? Those who lived on the upstream stretches of channel could divert so much water into their fields that villages downstream were left without water. കൈവഴികളുടെ ഉയർന്ന തീരങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ കൃഷിപ്പാടത്ത് കൂടുതൽ വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട് കൈവഴിയുടെ ഗതി തിരിച്ചുവിടും. അപ്പോൾ എന്താ സംഭവിക്കുക? Or they could neglect to clean out the silt from their stretch of the channel, blocking the flow of water further down. അപ്പോൾ എന്താ സംഭവിക്കുക? താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വെള്ളം കിട്ടില്ല. മാത്രമല്ല മുകളിൽ താമസികർക്ക് ചെളി നിറഞ്ഞ കൈവഴി വൃത്തിയാക്കാൻ തയ്യാറാതിരിക്കുമ്പോൾ താഴെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യും. So the early Mesopotamian countryside saw repeated conflict over land and water. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ മെസൊപ്പൊട്ടേമിയയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമിക്കും ജലത്തിനും വേണ്ടിയുള്ള സംഘർഷങ്ങൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതായത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നമായിരുന്നു ഒരു കാരണം. കൈവഴിയുടെ ഉയർന്ന തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെന്ത് ചെയ്യും? തങ്ങളുടെ കൃഷിപ്പാടത്ത് കൂടുതൽ വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട് കൈവഴിയുടെ ഗതി തിരിച്ചുവിടും. അപ്പോൾ ഗ്രാമങ്ങളിലെ താഴ്ഭാഗങ്ങളിലുള്ളവർക്ക് എന്ത് കിട്ടില്ല? വെള്ളം കിട്ടില്ല. അല്ലെങ്കിൽ മുകളിൽ താമസിക്കുന്നവർ ചെളി നിറഞ്ഞ കൈവഴി വൃത്തിയാക്കാൻ തയ്യാറാതിരിക്കുമ്പോൾ താഴേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. When there was continuous warfare in a region, those chiefs who had been successful in war could oblige their followers by distributing the loot and could take prisoners for the defeated groups to employ as their guards or servants. അപ്പോൾ ഒരു പ്രദേശത്ത് നിരന്തരം യുദ്ധങ്ങൾ നടന്നാൽ പിന്നെ വിജയിക്കുന്ന മുഖ്യന്മാർ തങ്ങളുടെ അനുയായികൾക്ക് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സമ്പത്ത് എന്ത് ചെയ്യും? വീതിച്ചു കൊടുക്കും. മാത്രമല്ല പരാജയപ്പെട്ട വിഭാഗക്കാരെ തടവുകാരായിട്ട് പിടിച്ച് തങ്ങളുടെ പരിചാരകരും അംഗരക്ഷകരുമാക്കിയിട്ട് മാറ്റുകയും ചെയ്യും. So they increase their influence and clout. Such war leaders, however, would be here today and gone tomorrow, until a time came when such leadership came into increase well-being of community with the creation of new institutions or practices. അപ്പോൾ അങ്ങനെ മുഖ്യന്മാർക്ക് അവരുടെ സ്വാധീന ശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ടുള്ള പുതിയ സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നത് വരെ ഇത്തരത്തിലുള്ള യുദ്ധ നേതാക്കൾ വരികയും പോവുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇൻ ടൈം വിക്ടോറിയസ് ചീഫ്സ് ബിഗാൻ ടു ഓഫർ precious beauty to the gods and thus beautifully communities temple. അതായത് വിജയികളായിട്ടുള്ള മുഖ്യന്മാരെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത അമൂല്യ വസ്തുക്കൾ ദൈവത്തിന് സമർപ്പിച്ചു. എന്നിട്ട് അവരുടെ സമുദായ ക്ഷേത്രങ്ങൾ മനോഹരമാക്കാനും അവർ തുടങ്ങി. They would send men out to fetch fine stones and metals for the benefit of the god and community, and organize the distribution of temple wealth in efficient way by accounting for things that came in and went out. As the poem about EMRS show, this gave the king high status and the authority to command the community. അതായത് ദൈവത്തിൻ്റെയും
സമൂഹത്തിൻ്റെയും നേട്ടത്തിനായി വിലയേറിയ ശിലകളും ലോഹങ്ങളും ശേഖരിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ ആളുകളെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. പക്ഷേ അവിടെ വിജയികളായ മുഖ്യന്മാർ വന്നതോടുകൂടി അപ്പോൾ ക്ഷേത്രങ്ങളിലേക്കുള്ള വരവും ചെലവും കൃത്യമായി കണക്കാക്കി അവർ ക്ഷേത്ര സമ്പത്ത് സമർത്ഥമായ രീതിയിൽ വിതരണം ചെയ്തു. അപ്പോൾ എൻമർക്കറെ കുറിച്ചുള്ള കവിത സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം പ്രവർത്തനങ്ങൾ രാജാവിന് ഉയർന്ന പദവിയും സമൂഹത്തിന്റെ രാജാധികാരവും ഒക്കെ നൽകിയിരുന്നു. വി ക്യാൻ ഇമാജിൻ എ mutually reinforcing cycle of development in which leaders encouraged the settlement of villagers close to themselves to be able to rapidly get an army together. അവിടെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു ശൃംഖല നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഗ്രാമവാസികളുടെ തങ്ങളുടെ സമീപത്ത് വസിക്കാൻ നേതാക്കളെ പ്രേരിപ്പിച്ചു. Besides, people would be safe living in close proximity to one another. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആവശ്യം വരുമ്പോൾ അവരെ കൂട്ടി ഒരു സൈന്യം ഉണ്ടാക്കാൻ പറ്റും. അതാണ് അവരുടെ ഗ്രാമവാസികളെ തങ്ങളുടെ സമീപത്ത് താമസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ചതിന് കാരണം. മാത്രമല്ല, അടുത്തടുത്ത് താമസിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് സുരക്ഷിതമായിട്ടുള്ളത് എന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. At Uruk, one of the earliest temple towns, we find depictions of armed heroes and their victims, and careful archaeological surveys have shown that around 3000 BC, when Uruk grew to the enormous extent of 250 hectares, twice as large as Mohenjo-daro, would be in later centuries. Dozens of small villages was deserted. ആദ്യകാലത്ത് ക്ഷേത്ര നഗരങ്ങളിലൊന്നായിട്ടുള്ള ഉറൂക്കിൽ ആയുധധാരികളായ വീരന്മാരുടെയും അവരുടെ ഇരകളുടെയും ചിത്രീകരണങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ BC 3000 കൂടി ഉറൂക്ക് 250 ഹെക്ടർ വിസ്താരമുള്ള വിശാലമായിട്ടുള്ള ഒരു പട്ടണമായിട്ട് പിൽക്കാല നൂറ്റാണ്ടിൽ നമ്മൾ മോഹൻജോദാരോയേക്കാൾ 2 ഇരട്ടി വലുപ്പമുള്ള ഒരു പട്ടണമായിട്ട് വളർന്നു വന്ന സൂക്ഷ്മമായ പരിശീലനങ്ങൾ നമുക്ക് തെളിയിക്കാൻ കഴിയും. അതോടുകൂടി ഡസൻ കണക്കിന് ചെറിയ ഗ്രാമങ്ങളെ ജനങ്ങൾ ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് അവർ പോകാൻ തുടങ്ങി. There had been a major population shift. Significantly, Uruk also came to have a defensive wall at a very early date. The site was continuously occupied from about 4200 BC to 4000 CE, and by about 2800 BC it had expanded to 400 hectares. ജനങ്ങൾ നഗരങ്ങളിലേക്ക് പോയി, ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ നഗരങ്ങളിലേക്ക് പോയി. ഇതൊരു വലിയ ഒഴിഞ്ഞുപോക്ക് തന്നെയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പഴയകാലം മുതൽക്ക് തന്നെ ഉറൂക്കിൽ ഒരു പ്രതിരോധ മതിൽ ഉണ്ടായിരുന്നു. BC 4200 മുതൽ CE 400 വരെ ഈ പ്രദേശത്ത് തുടർച്ചയായ ജനങ്ങൾ കൈയടക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം BC 2800 ഈ പ്രദേശം 400 ഹെക്ടർ വിസ്തൃതിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. Where captives and local peoples were put to work for the temple or directly for the ruler. അപ്പോൾ യുദ്ധത്തടവുകാരും പ്രദേശവാസികളും ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ നേരിട്ട് ഭരണാധികാരിക്കോ വേണ്ടി പണിയെടുക്കാൻ അവർ നിയോഗിക്കപ്പെട്ട ആൾക്കാരായിരുന്നു. This, rather than agricultural tax, was compulsory. Those who were put to work were paid rations. Hundreds of ration lists have been found which give, against people's names, the quantities of grain, cloth or oil allotted to them. അതായത് ഇവരുടെ കാർഷിക നികുതി നൽകുന്നതിനേക്കാൾ അവർക്ക് നിർബന്ധമായിരുന്നു. അതായത് യുദ്ധത്തടവുകാരും പ്രദേശവാസികളും ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ നേരിട്ടോ ഭരണാധികാരികൾക്ക് വേണ്ടി പണിയെടുക്കണം. അപ്പോൾ കാർഷിക നികുതി നൽകുന്നതിനേക്കാൾ അവർക്ക് നിർബന്ധമായത് ഇതായിരുന്നു. അപ്പോൾ പണിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് റേഷൻ നൽകിയത് സംബന്ധിച്ച 100 കണക്കിന് പട്ടികകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പട്ടികയിൽ ഓരോരുത്തരുടെയും പേരിന്റെ നേരെ എന്തുണ്ട്, അവർക്ക് എത്രത്തോളം ധാന്യം, തുണി, എണ്ണ ഒക്കെ അനുവദിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. It has been estimated that one of the temple took 1,500 men working 10 hours a day, 5 years to build.
അതായത് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് 1500ഓളം ആൾക്കാർ 10 മണിക്കൂർ വെച്ച് 5 വർഷം പണിയെടുത്തിട്ടാണെന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി with rulers commanding people to fetch stones or metal ores to come and make bricks or lay the bricks for a temple or else to go to a distant country to fetch suitable materials. There were also technical advances at Uruk around 300 BC. അപ്പോൾ ശിലകളും ലോഹായിരുകളും ശേഖരിക്കാനും കട്ടകൾ നിർമ്മിക്കാനും അവ ക്ഷേത്രങ്ങളിൽ പോകാനും അവ ക്ഷേത്രങ്ങളിൽ പാകാനും വിദൂര നാടുകളിൽ പോയി അനുയോജ്യമായ വസ്തുക്കൾ ശേഖരിക്കാനും ഭരണാധികാരികൾ ജനങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. Bronze tools came into use for various crafts. അതുപോലെ architects learned to construct brick columns, there being no suitable wood to bear the weight of the roof of large halls. അതായത് ഏകദേശം BC 3000 ഉറൂക്കിൽ സാങ്കേതികമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. വ്യത്യസ്തമായിട്ടുള്ള കരകൗശല പണികൾക്കായി വെങ്കലത്തിൽ തീർത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. വിശാലമായ തളങ്ങളുടെ മേൽക്കൂരകളുടെ ഭാരം താങ്ങാൻ അനുയോജ്യമായ തടിത്തൂണകൾ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ ഇഷ്ടികകൾ കൊണ്ട് തൂണുകൾ നിർമ്മിക്കാൻ അവർ ശിലകൾ ഉപയോഗിച്ചു. Hundreds of people were put to work making and baking clay cones that could be pushed into temple walls, painted in different colors, creating a colorful mosaic. അപ്പോൾ നൂറുകണക്കിന് ആളുകൾ കളിമണ്ണ് ചുട്ട് കൂർത്ത ഗോപുരങ്ങൾ നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ടു. പിന്നീട് ക്ഷേത്രങ്ങളുടെ ഭിത്തികളാക്കി മാറ്റി അവയിൽ വിവിധ വർണ്ണങ്ങൾ പൂശി മൊത്തത്തിൽ വർണ്ണാഭമാക്കി മാറ്റി. അങ്ങനെ യഥേഷ്ടം ലഭ്യമായിരുന്ന കളിമൺ മാത്രമല്ല, ഇറക്കുമതി ചെയ്ത ശിലയിലും ശ്രദ്ധേയമായ ശില്പങ്ങൾ അവർ നിർമ്മിക്കാൻ തുടങ്ങി. In sculpture, superb achievements not only easily available in clay but imported stones. And then there was a technological landmark that we can say is appropriate to an urban economy, the potter's wheel. In the long run, the wheel enables a potter's workshop to mass produces dozens of similar pots at a time. അതായത് നൂറുകണക്കിന് ആളുകൾ കളിമണ്ണ് ചുട്ട് കൂർത്ത ഗോപുരങ്ങൾ നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ടു. അവ പിന്നീട് ക്ഷേത്രങ്ങളുടെ ഭിത്തികളാക്കി മാറ്റി അവയിൽ വിവിധ വർണ്ണങ്ങൾ പൂശി മൊത്തത്തിൽ വർണ്ണാഭമാക്കി മാറ്റി. യഥേഷ്ടം ലഭ്യമാക്കുന്ന കളിമണ്ണിൽ മാത്രമല്ല, ഇറക്കുമതി ചെയ്ത ശിലയിലും അവർ ശ്രദ്ധേയമായ ശില്പങ്ങൾ നിർമ്മിച്ചു. അതുപോലെ കുശവന്റെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു? അവരുടെ ആ ഒരു നഗരസമ്പദ്ഘടനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ഇത് കുശവന്റെ ചക്രം എന്നുള്ളത്, പോട്ടേഴ്സ് വീൽ എന്നുള്ളത്. ഒരുപോലെ തന്നെ ഡസൻ കണക്കിന് മൺപാത്രങ്ങൾ ഒരേ സമയം നിർമ്മിക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം, നമ്മുടെ ബസാൾട്ട് സ്റ്റീൽ എന്ന് പറഞ്ഞ ഒരു ഒരു താടിമീശക്കാരനെ ചിത്രീകരിക്കുന്ന ഒരു കൃഷ്ണശിലാഫലകം. Basalt stele showing a bearded man twice, not in headband or hair, waistband and long skirt. In the lower scene attacks a lion with a huge bow and arrow. അതായത് അയാളുടെ തലക്കെട്ട്, അതുപോലെ മുടി, അരക്കച്ച, നീളമുള്ള കുപ്പായത്തിൻ്റെ കീഴ്ഭാഗം ഇവയൊക്കെ നോക്കിയാൽ വലിയ അമ്പും വില്ലുമായ ഒരു സിംഹത്തെ ആക്രമിക്കുന്ന രംഗമാണ്. അപ്പോൾ മുകളിലത്തെ രംഗനായകൻ കുന്തം ഉപയോഗിച്ച് അക്രമാസക്തമായ സിംഹത്തെ കൊല്ലുന്ന ഒരു ചിത്രമാണ് നമ്മളിതിൽ ആ ഒരു ക്ലേയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു അമ്പുവില്ലിനെ കുറിച്ചും അതുപോലെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങളും കോറി വരച്ച ചിത്രങ്ങളും അടങ്ങിയ ശിലാഫലകങ്ങളെയാണ് സ്റ്റീലുകൾ എന്ന് പറയുക. അപ്പോൾ എന്താണ് സ്റ്റീലീസ്? ആർ സ്റ്റോൺ സ്ലാബ്സ് വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് കാർവിങ്സ്. ഇൻസ്ക്രിപ്ഷൻസും കാർവിങ്സും അടങ്ങിയ ശിലാഫലകങ്ങളെയാണ് എന്താ പറയുക, സ്റ്റീലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക്
ദ സീൽ ആൻഡ് അർബൻ ആർട്ടിഫാക്റ്റ്, അതായത് മുദ്ര, ഒരു നാഗരിക കരകൗശല ഉൽപ്പന്നം എന്ന നിലയിൽ മുദ്രകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇൻ ഇന്ത്യ ഏർലി സ്റ്റോൺ സെയിൽസ് വേർ സ്റ്റാമ്പ്ഡ്. ഇൻ മെസപ്പൊട്ടോമിയ അണ്ടിൽ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് മിലേനിയം BC സിലിണ്ടറിക്കൽ സ്റ്റോൺ സെയിൽസ് pierced down the center were fitted with a stick and rolled over wet clay so that continuous pictures was created. They were carved by very skilled craftsmen and sometimes carry writing the name of the owner, his god, his official position, etc. A seal could be rolled on clay covering the string knot of a cloth package or the mouth of pot, keeping the contents safe. When rolled on a letter written on a clay tablet, it became a mark of authenticity. So the seal was the mark of a city dweller's role in public life. അതായത് ഇന്ത്യയിലെ ആദ്യകാല മുദ്രകൾ പതിച്ചു വയ്ക്കപ്പെട്ടവയായിരുന്നു. അപ്പോൾ BC ആദ്യ സഹസ്രാബ്ദത്തിലെ അന്ത്യം വരെ മെസപ്പൊട്ടോമിയയിൽ ഗോളസ്തംഭ ആകൃതിയിലുള്ള ശിലാമുദ്രകൾ മധ്യഭാഗത്ത് ദ്വാരമിട്ട ശേഷം ഒരു വടിയോട് ചേർത്ത് വെച്ച് കെട്ടി നനഞ്ഞ കളിമണ്ണിലൂടെ ഉരുട്ടി തുടർ ചിത്രം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ BC ആദ്യ ശതകത്തിലെ അന്ത്യം വരെ, ആദ്യ സഹസ്രാബ്ദത്തിന്റെ അന്ത്യം വരെ മെസപ്പൊട്ടോമിയയിൽ ഗോള സ്തംഭാകൃതിയിലുള്ള ശിലാമുദ്രകൾ മധ്യഭാഗത്ത് ദ്വാരമിട്ട ശേഷം ഇങ്ങനെ ഉരുട്ടി വടികൊണ്ട് ചേർത്ത് വെച്ച് കെട്ടി നനച്ച കളിമണ്ണിലൂടെ ഉരുട്ടി തുടർചിത്രം നിർമ്മിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വിദഗ്ധരായിട്ടുള്ള കരകൗശല പണിക്കാർ അവ കൊത്തിയെടുത്തു. അപ്പോൾ ചിലപ്പോഴൊക്കെ അവയിലെ ഉടമസ്ഥന്റെ പേര്, അയാളുടെ ദൈവം, അതുപോലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൺപാത്രം കൊണ്ടോ അതുപോലെ കുരുക്കിട്ട് കിട്ടിയ തുണികൾ കൊണ്ടോ ആവരണം ചെയ്ത ഉള്ളടക്കം സുരക്ഷിതമാക്കിയ ശേഷം, അതിനെ നല്ലപോലെ ആവരണം ചെയ്ത് ഉള്ളടക്കത്തെ സുരക്ഷിതമാക്കിയ ശേഷം മുദ്ര കളിമണ്ണിന് മുകളിലൂടെ ഇങ്ങനെ ഉരുട്ടും. അപ്പം കളിമൺ ഫലകത്തിൽ എഴുതിയ അക്ഷരങ്ങൾ അതിൻ്റെ മുകളിലൂടെ അമർത്തി ഉരുട്ടുമ്പോൾ എന്ത് ചെയ്യും, അതിന് ആധികാരികമായി അതൊരു മുദ്രയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുദ്ര പൊതുജീവിതത്തിലെ നഗരവാസികൾക്കുള്ള പങ്കിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യകാല മുദ്രകൾ പതിച്ചു വയ്ക്കപ്പെട്ടവയായിരുന്നു. എന്നാൽ BC ആദ്യ സഹസ്രാബ്ദത്തിലെ അന്ത്യം വരെ മെസപ്പൊട്ടോമിയയിൽ ഗോളസ്തംഭാകൃതിയിലുള്ള ശിലാമുദ്രകൾ ഉണ്ടാക്കി, ശിലകളിലെ മുദ്ര ഉണ്ടാക്കിയിട്ട് കളിമണ്ണിലൂടെ ഉരുട്ടിയിട്ട് അതിനെ അതിന് ദ്വാരമിട്ടതിന് ശേഷം കളിമണ്ണിലൂടെ ഉരുട്ടി കളിമണ്ണിൽ അതിൻ്റെ രൂപം വരുത്തിവെക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ലൈഫ് ഇൻ സിറ്റി, ഇനി നഗരങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് നോക്കാം. What we have seen is that a ruling elite had emerged. A small section of society had a major share of the wealth. Nothing makes of this fact as clear as the enormous riches buried with some kings and queens but what of the ordinary people? അപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു വരേണ്യവർഗം ഉയർന്നു വന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്പത്തിന്റെ സിംഹഭാഗവും സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഊരിന്റെ പല രാജാക്കന്മാരെയും രാജ്ഞിമാരെയും മറവ് ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള സമ്പത്തുകള് സ്വർണത്തിനുള്ള ആചാരപരമായിട്ടുള്ള കത്തികൾ, ഇങ്ങനെ പലതും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതിൽ നിന്നും ഇക്കാര്യം സുവ്യക്തമാണ്. എന്ത്, സാധാരണക്കാരൻ്റെ ജീവിത രീതിയും അവരുടെ പ്രവൃത്തികളും ഭരണവർഗത്തെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത്, what we have seen in that a ruling elite has emerged. A small section of the society had a major share of the wealth. അതായത് ഭരണവുമായി ബന്ധപ്പെട്ട ഒരു വരേണ്യവർഗം ഉയർന്നു വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം സമൂഹത്തിൻ്റെ ഒരു ചെറു വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. Nothing makes this fact as clear as the enormous riches buried with some kings and queens at Ur. അതായത് ആഭരണങ്ങൾ, സ്വർണ്ണപാത്രങ്ങൾ, വെള്ളച്ചിപ്പികൾ പതിപ്പിച്ച തടി കൊണ്ടുള്ള വാദ്യോപകരണങ്ങൾ, ഇന്ദ്രനീലം, ലാപ്പിസ് ലസൂലി, സ്വർണത്തിലുള്ള ആചാരപരമായ കത്തികൾ, ജ്വല്ലറി, ഗോൾഡ് വെസൽസ്, വുഡൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്,
വൈറ്റ് ഷെൽ ആൻഡ് ലാപ്പിസ് ലസൂലി, സെറിമണിയൽ ഡാഗേഴ്സ് ഓഫ് ഗോൾഡ്. ഇതൊക്കെ ഊറിലെ ചില രാജാക്കന്മാരെയും രാജ്ഞിമാരെയും മറവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സമ്പത്തുകൾ നിക്ഷേപിച്ചിരുന്നു എന്നതിൽ നിന്നും ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വർണ്ണപാത്രങ്ങൾ, ആഭരണങ്ങൾ, വെള്ളച്ചിപ്പികൾ പതിപ്പിച്ച തടി കൊണ്ടുള്ള വാദ്യോപകരണങ്ങൾ, ഇന്ദ്രനീലം അഥവാ ലാപ്പിസ് ലസൂലി, സ്വർണത്തിലുള്ള ആചാരപരമായ കത്തികൾ, ഇതൊക്കെ കിട്ടിയതിൽ നിന്നും ഇത്തരം വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി നോ ഫ്രം ദ ലീഗൽ ടെക്സ്റ്റ് that the Mesopotamian society, the nuclear family was the norm, although a married son and his family often resided with his parents. അണുകുടുംബമായിരുന്നു മെസപ്പൊട്ടേമിയൻ സമൂഹത്തിന്റെ പ്രത്യേകത എന്നത്. Although a married son and his family often resided with his parents, the father was the head of the family. വിവാഹിതനായ മകനും കുടുംബവും പലപ്പോഴും രക്ഷാകർത്താക്കൾക്കൊപ്പമായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിതാവാണ് കുടുംബത്തിന്റെ നാഥനായി നിന്നിരുന്നത്. വി നോ എ ലിറ്റിൽ അബൌട്ട് ദ പ്രൊസീജിയേഴ്സ് ഫോർ മാരേജ്. എ ഡിക്ലറേഷൻ വാസ് മെയ്ഡ് അബൌട്ട് ദ വില്ലിംഗ്നെസ് ടു മാരി, എ ബ്രൈഡ്സ് പാരൻസ് ഗിവിംഗ് ദർ കൺസെന്റ് ടു ദ മാരേജ്. പലപ്പോഴും വിവാഹത്തിനുള്ള സമ്മതം അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. വധുവിന്റെ മാതാപിതാക്കൾ വിവാഹത്തിനുള്ള സമ്മതം നൽകുന്നു. അതിനുശേഷം വരന്റെ ബന്ധുക്കൾ വധുവിന്റെ ബന്ധുക്കൾക്ക് സമ്മാനം നൽകുന്നു. Then a gift was given by groom's people to bride's people. When the wedding took place, gifts were exchanged by both parties, who ate together and made offering in a temple. വിവാഹം നടന്നു കഴിഞ്ഞാൽ രണ്ട് വിഭാഗക്കാരും പരസ്പരം സമ്മാനം കൈമാറുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അതുപോലെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. When her mother-in-law came to fetch her, the bride was given her share of inheritance by her father. The father's house, herds, fields, etc. were inherited by sons. അതായത് മദറിൻലോ വധുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ വധുവിൻ്റെ അച്ഛന് പാരമ്പര്യത്തിൻ്റെ ഒരു വിഹിതം വധുവിന് നൽകുന്നു. അച്ഛൻ്റെ വീട്, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ എന്നിവയെല്ലാം പുത്രന്മാർക്ക് പിന്തുടർച്ച അവകാശമായിട്ട് ലഭിക്കുന്നുണ്ട്. Let us look at Ur, one of the earliest cities to have been excavated. അപ്പോൾ ഉത്ഖനനം നടത്തിയ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള നഗരങ്ങളിലൊന്നായിട്ടുള്ള ഊറിനെ കുറിച്ച് നോക്കാം. ഊർ വാസ് എ ടൗൺ whose ordinary houses were systematically excavated in 1930s. 1930കളിൽ ഊർ നഗരത്തിലെ സാധാരണ വീടുകൾ ചിട്ടയോടുകൂടിയ ഉത്ഖനനം ചെയ്യപ്പെട്ടു. നാരോ വൈൻഡിംഗ് സ്ട്രീറ്റ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് വീൽഡ് കാർട്സ് കുഡ് നോട്ട് ഹാവ് റീച്ച്ഡ് മെനി ഓഫ് ഹൗസസ്. പല വീടുകളിലും ചക്രവണ്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ഇടുങ്ങിയതും വളഞ്ഞു പൊളിഞ്ഞതുമായ തെരുവുകൾ അവിടെ സൂചിപ്പിക്കുന്നത്. Narrow winding streets. Sacks of grain and firewood would have arrived on donkey back. അതായത് ധാന്യങ്ങളും വിറകുകളും ചാക്കുകളിലാക്കിയിട്ടും കഴുതയുടെ പുറത്ത് ഏന്തിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. നാരോ വൈൻഡിങ് സ്ട്രീറ്റ്സ് ആൻഡ് ഇറഗുലർ ഷേപ്സ് ഓഫ് ഹൗസ് പ്ലോട്ട്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ആൻ ആബ്സെൻസ് ഓഫ് ടൗൺ പ്ലാനിങ്. ഒരു നഗരാസൂത്രണത്തിൻ്റെ അഭാവം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതായത് നാരോ സ്ട്രീറ്റ്സ് ആണ്. There were no street drains of the kind we find in the contemporary Mohenjo-daro. There were no street drains of the kind we find in the contemporary Mohenjo-daro. അതായത് നഗരാസൂത്രണത്തിൻ്റെ അഭാവം, ഇടുങ്ങിയതും വളഞ്ഞുപിടുത്തമായിട്ടുള്ള തെരുവുകൾ, വീടുകൾ നിൽക്കുന്ന ക്രമരഹിതമായ ആകൃതി, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് തന്നെ മൊഹൻജൊദാരോയിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള അഴുക്ക് ചാലുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. നോ ഡ്രെയിനേജ് സിസ്റ്റംസ്. ഡ്രെയിൻസ് ആൻഡ് ക്ലേ പൈപ്സ് വെർ ഇൻസ്റ്റഡ് ഫൗണ്ട് ഇന്നർ കോർട്ട്യാർഡ്സ് ഓഫ് ഊർ ഹൗസസ് ആൻഡ് ഇറ്റ് തോട്ട് ദ ഹൗസ് റൂഫ് സ്ലോപ്ഡ് ഇൻവാർഡ്സ് ആൻഡ് റെയിൻ വാട്ടർ വാസ് ചാനൽഡ് വിയ ഡ്രെയിൻ പൈപ്സ് into sumps in the inner courtyards.
ഊറിലെ വീടുകളിലെ അകത്തുള്ള നടുമുറ്റങ്ങളിലാണ് അഴുക്കുചാലുകളും കളിമണ്ണ് കൊണ്ടുള്ള പൈപ്പുകളും പകരം കാണപ്പെടുന്നത്. This would have been a way of preventing the upwarded streets from becoming excessively slushy after a downpour. അപ്പോൾ ഇവിടെ വീടിൻ്റെ മേൽക്കൂരകൾക്ക് അകത്തേക്ക് ചരിവ് നൽകുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ഓവ് വഴി അതിലേക്ക് വരുന്ന വെള്ളത്തെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കനത്ത മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അമിതമായി ചെളി കെട്ടുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. Yet people seem to have swept all their household refuse into the street to be trodden underfoot. എന്നിട്ട് ജനങ്ങൾ ഗാർഹിക മാലിന്യങ്ങൾ തെരുവിലേക്ക് തൂത്തിടുകയും ആളുകൾ അതിന്മീതെ ചവിട്ടി നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. This made street levels rise, and over time the thresholds of houses had also to be raised to that no mud would flow inside after the rains. ക്രമേണ തെരുവിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് മഴയ്ക്ക് ശേഷമുള്ള ചെളി വീടുകൾക്കുള്ളിൽ കയറാതിരിക്കാൻ വാതിൽപ്പടിയുടെ ഉയരം കൂട്ടേണ്ടി വന്നു. Light came into the rooms not from windows but from doorways opening into the courtyards. ഇത് കുടുംബങ്ങൾക്ക് കൂടുതൽ സ്വകാര്യത നൽകുന്നു. അതായത് പ്രകാശം മുറികൾക്കുള്ളിലൂടെ കടന്നു വരുന്ന ജനലിലൂടെയല്ല, മറിച്ച് അങ്കണത്തിലേക്ക് തുറന്നിരിക്കുന്ന വാതിലൂടെയാണ്. ഇത് കുടുംബങ്ങൾക്ക് സുരക്ഷ നൽകുന്നു. അതുപോലെ തന്നെ this would also have given families their privacy. There were superstitions about houses recorded in omen tablets at Ur. അതായത് ശകുന ഫലകങ്ങൾ എന്ന് പറഞ്ഞ ഫലകങ്ങളിൽ അവിടെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. A raised threshold brought wealth. A front door that did not open towards another house was lucky, but if the main wooden door of a house opened outwards, the wife would be a torment to her husband. അപ്പോൾ ഈ ഉയർന്ന വാതിൽപ്പടി സമ്പത്ത് കൊണ്ടുവരുമെന്നും വീടിൻ്റെ മുൻവാതിൽ മറ്റൊരു വീടിന് നേരെ തുറക്കാതിരിക്കുന്നത് ഭാഗ്യമാണെന്ന് അവർ കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു വീടിൻ്റെ തടി കൊണ്ടുള്ള പ്രധാന വാതിൽ പുറത്തേക്ക് തുറന്ന് ഇരിക്കുകയാണെങ്കിൽ അകത്തേക്ക് തുറന്നിരിക്കുന്നതിന് പകരം ഭാര്യ ഭർത്താവിന് യാതനയായിരിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. There was a town cemetery at Ur in which the graves of royalty and commoners have been found, but a few individuals were found buried under the floors of ordinary houses. ഒരു നഗര ശ്മശാനം ഉണ്ടായിരുന്നു ഊറിൽ. അതിലെ രാജകുടുംബാംഗങ്ങളുടെയും സാധാരണക്കാരുടെയും ശവക്കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ചുരുക്കം ചില വ്യക്തികളെ സാധാരണ വീടുകൾക്കുള്ളിൽ അടക്കിയിരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ നഗരജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു വരേണ്യവർഗം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ആ കാലത്ത് സ്വർണ്ണപാത്രങ്ങൾ, ആഭരണങ്ങൾ, വെള്ളച്ചിപ്പികൾ പതിപ്പിച്ച തടി കൊണ്ടുള്ള വാദ്യോപകരണങ്ങൾ, ലാപ്പിസ് ലസൂലി, ഇന്ദ്രനീല കല്ലുകൾ, സ്വർണ്ണത്തിലുള്ള ആചാരപരമായ കത്തികൾ ഇവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ അണുകുടുംബമായിരുന്നു മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആയിരുന്നു. പിന്നെ അതുപോലെ വിവാഹിതനായ മകനും കുടുംബവും പലപ്പോഴും രക്ഷാകർത്താക്കൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. പിതാവാണ് കുടുംബനാഥൻ. വിവാഹ നടപടിക്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിവാഹത്തിനുള്ള സമ്മതം അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ വധുവിൻ്റെ മാതാപിതാക്കൾ വിവാഹത്തിനുള്ള സമ്മതം നൽകും. അതിനുശേഷം വരൻ്റെ ബന്ധുക്കൾ വധുവിൻ്റെ ബന്ധുക്കൾക്ക് സമ്മാനം കൊടുക്കും. അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞാൽ രണ്ട് വിഭാഗക്കാരും പരസ്പരം സമ്മാനം കൈമാറും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അങ്ങനെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തും. അങ്ങനെ വരൻ്റെ അമ്മ വധുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ വധുവിൻ്റെ അച്ഛൻ പാരമ്പര്യ സ്വത്തിൻ്റെ ഒരു വിഹിതം വധുവിന് നൽകുന്നു. അച്ഛൻ്റെ വീട്, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ എന്നിവയെല്ലാം പുത്രന്മാർക്ക് പിന്തുടർച്ചാവകാശമായി നൽകുന്നു. ഇനി പറയാനുള്ളത് നമുക്ക് ഊർ നഗരത്തെക്കുറിച്ച് നോക്കാം. അവിടെ സാധാരണ വീടുകൾ ചിട്ടയോടുകൂടി എല്ലാ രീതിയിലായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം, ഈ വീടുകളിലൊന്നും ഒരു ചക്രവണ്ടിക്ക് പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതായത് ഇടുങ്ങിയതും വളഞ്ഞു പൊളഞ്ഞതുമായ തെരുവുകളായിരുന്നു.
അതുപോലെ ധാന്യങ്ങളും വിറകുകളും ചാക്കുകളിലാക്കി കൊണ്ടുപോകുന്നത് കഴുതയുടെ പുറത്തായിരുന്നു. നഗരാസൂത്രണത്തിന്റെ അഭാവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഇടുങ്ങിയും വളഞ്ഞതുമായിട്ടുള്ള തെരുവുകൾ കാണുമ്പോൾ അവിടെ നഗരാസൂത്രണം നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആ സമയത്ത് നമ്മുടെ മോഹൻജദാരോയിൽ നല്ല രീതിയിൽ നഗരാസൂത്രണം നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല രീതിയിലുള്ള അഴുക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഊരിലെ വീടിൻ്റെ പ്രത്യേകത അകത്തുള്ള നടുമുറ്റങ്ങളിലാണ് അഴുക്ക് ചാലുകളും കളിമണ്ണ് കൊണ്ടുള്ള പൈപ്പുകളും പകരം അതൊക്കെ ഉള്ളത് ഈ സ്ഥലത്താണ്. മൊത്തത്തിൽ ഒരു നഗരത്തിൻ്റെതായിട്ടുള്ള ഇതില്ല, പക്ഷേ ആ നടുമുറ്റങ്ങളിലാണ് ഉള്ളത്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ വീടിൻ്റെ മേൽക്കൂര അകത്തേക്ക് ചെരിഞ്ഞ രീതിയിലാണ്. അത് ഓവ് വഴി പിന്നെ അത് ആ നടുമുറ്റത്തേക്ക് ചാടുകയും ഓവ് വഴി പുറത്തേക്ക് കളയുന്ന രീതിയിലായിരുന്നു ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഗാർഹിക മാലിന്യങ്ങൾ തെരുവിലേക്ക് തൂത്തിടുന്ന രീതി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അഴിച്ചാൽ പദ്ധതി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത, പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നത് ജനലിലൂടെ അല്ല, മറിച്ച് അങ്കണത്തിലേക്ക് തുറന്നിരിക്കുന്ന വാതിലൂടെയാണ്. അത് അവരുടെ ഒരു സ്വകാര്യതയുടെ പ്രതീകമാണ്. മാത്രമല്ല നല്ല രീതിയിൽ അന്ധവിശ്വാസങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അതായത് ശകുന ഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉയർന്ന വാതിൽപ്പടി സമ്പത്ത് കൊണ്ടുവരുമെന്നും വീടിന്റെ മുൻവാതിൽ മറ്റൊരു വീടിന് വരെ തുറക്കാതിരിക്കുന്നതാണ് ഭാഗ്യം എന്നൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടിന്റെ തടി കൊണ്ടുള്ള പ്രധാന വാതിൽ പുറത്തേക്ക് തുറന്നിരിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് യാതനയായിരിക്കും എന്നുള്ള തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഊരിൽ ഒരു നഗര ശ്മശാനം ഉണ്ടായിരുന്നു. അതിൽ രാജകുടുംബാംഗങ്ങളുടെയും സാധാരണക്കാരുടെയും ശവക്കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ചുരുക്കം ചില വ്യക്തികളെ സാധാരണ വീടുകൾക്കുള്ളിൽ അടക്കിയിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ ശവക്കല്ലറകളായിരിക്കാം അതെന്ന് പറയപ്പെടുന്നു. ഇനി എ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്റ്ററൽ സോൺ. അപ്പോൾ ഇടയ മേഖലയിലെ ഒരു വ്യാപാര നഗരമായിരുന്നു മെസപ്പൊട്ടോമിയ. അതിനെക്കുറിച്ച് നമ്മൾ നോക്കാം. അത് മാരി എന്ന നഗരത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആഫ്റ്റർ 2000 BC ദ റോയൽ ക്യാപിറ്റൽ ഓഫ് മാരി ഫ്ലറിഷ്ഡ്. അതായത് മാരി എന്ന രാജകീയ തലസ്ഥാനം അഭിവൃദ്ധിപ്പെട്ടത് BC 2000-ലാണ്. You will have noticed that Mary stands not on the southern plain with its highly productive agriculture but much further upstream on the Euphrates. ഉയർന്ന രീതിയിൽ കാർഷികോൽപാദനം നടക്കുന്ന തെക്കൻ സമതലത്തിലല്ല, മറിച്ച് യൂഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്തായിട്ടാണ് മാരി സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അതായത് മാരിയുടെ സ്ഥലം മാരി നമുക്ക് കാണാം. മാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയല്ല? ഉയർന്ന രീതിയിൽ കാർഷികോൽപാദനം നടക്കുന്ന തെക്കൻ സമതലത്തിലല്ല ഉള്ളത്, മറിച്ച് യൂഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്തായിട്ടാണ് മാരി സ്ഥിതി ചെയ്യുന്നത്. യൂഫ്രട്ടീസ് നദിയാണ് പോകുന്നത്, അതിന്റെ ഉപരിഭാഗത്തുള്ള ഒരു പ്രദേശമാണ് മാരി എന്ന പ്രദേശം. അതായത് ഈ പിക്ചറിൽ കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സം കമ്മ്യൂണിറ്റീസ് ഇൻ ദ കിങ്ഡം ഓഫ് മാരി ഹാഡ് ബോത്ത് ഫാമേഴ്സ് ആൻഡ് പാസ്റ്ററേഴ്സ് ബട്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി വാസ് യൂസ്ഡ് ഫോർ പാസ്റ്ററിംഗ് ഷീപ്പ് ആൻഡ് ഗോഡ്സ്. അതായത് മാരി രാജ്യത്തെ ചില സമുദായങ്ങളിലെ കൃഷിക്കാരും ഇടയന്മാരുണ്ടായിരുന്നു. എങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും ചെമ്മരി ആടുകളെയും വളർത്തുന്ന ഒരു പ്രദേശമായിരുന്നു മാരി എന്ന പ്രദേശം. Herders need to exchange young animals, cheese, leather and meat in return for grain, metals, tools, etc. And the manure of opened flock is also of great use to farmer. അതായത് കർഷകരും ഇടയന്മാരും തമ്മിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. ബാർട്ടർ സിസ്റ്റം അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതായത് മൃഗക്കുഞ്ഞുങ്ങള്, വെണ്ണ, തുകല്, മാംസം എന്നിവ ഇടയന്മാർ ലോഹോപകരണങ്ങൾക്കും ധാന്യങ്ങൾക്കും പകരം തിരിച്ചു കൊടുത്തു. മൃഗങ്ങൾ, വെണ്ണ, തുകൽ, മാംസം എന്നിവ ഇടയന്മാരെ ലോഹോപകരണങ്ങൾക്കും ധാന്യങ്ങൾക്കും പകരം കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. യെറ്റ് അറ്റ് ദ സെയിം ടൈം ദർ മേ ബി കോൺഫ്ലിക്റ്റ്. അവിടെ എന്തുണ്ടായി? കലഹങ്ങളും ഉണ്ടായിരുന്നു. എ ഷെപ്പേർഡ് മേ ടേക്ക് ഹിസ് ഫ്ലോക്ക് ടു വാട്ടർ അക്രോസ് എ സോൺ ഫീൽഡ് ടു ദ റൂയിൻ ഓഫ് ദ ക്രോപ്പ്. അതായത് അതേസമയം തന്നെ സംഘർഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആട്ടിടയൻ തന്റെ ആട്ടിൻ പറ്റവുമായി ജലസ്രോതസ്സുകൾ തേടി വിതയ്ക്കപ്പെട്ട പാടങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് വിളകളുടെ നാശത്തിന് കാരണമാകാറുണ്ടായിരുന്നു. ഹെർഡ്സ്മെൻ ബീയിങ് മൊബൈൽ ക്യാൻ റെയ്ഡ് അഗ്രികൾച്ചറൽ വില്ലേജസ് ആൻഡ് സീസ് ദർ സ്റ്റോർഡ് ഗുഡ്സ്. അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാണല്ലോ ചെയ്യുക. അപ്പോൾ അവരുടെ അവര് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ധാന്യങ്ങള് കവർന്നെടുക്കും. ഫോർ ദർ പാർട്ട് സെറ്റിൽഡ് ഗ്രൂപ്പ്സ് മേ ഡിനൈ പാസ്റ്ററലൈറ്റ്സ് ആക്സസ് ടു റിവർ ആൻഡ് കനാൽ വാട്ടർ അലോങ് സർട്ടൻ സെറ്റ് ഓഫ് പാത്സ്.
അതായത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാർക്ക് കൃഷിഗ്രാമങ്ങളെ ആക്രമിക്കാനും അവിടുത്തെ കൃഷിക്കാർ ശേഖരിച്ചു വെച്ച ധാന്യങ്ങളൊക്കെ കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരതാമസക്കാർ ആട്ടിടയരെ നദികളിലേക്കും തോടുകളിലേക്കുമുള്ള ചില പാതകൾ ഉപയോഗിക്കാൻ അവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. Though Mesopotamian history, nomadic communities of the western desert filtered into the prosperous agricultural heartland. മെസപ്പൊട്ടോമിയയുടെ ചരിത്രത്തിലുടനീളം പശ്ചിമ മരുപ്രദേശത്തുള്ള നാടോടി സമൂഹങ്ങൾ കാർഷികാഭിവൃദ്ധിയുടെ കേന്ദ്രങ്ങളിലേക്ക് ക്രമാനുഗതമായി കടന്നു വന്നുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയുടെ ചരിത്രത്തിലെ പശ്ചിമ മരുപ്രദേശത്തുള്ള നാടോടി സമൂഹങ്ങൾ കാർഷികാഭിവൃദ്ധിയുടെ കേന്ദ്രങ്ങളിലേക്ക് അവർ വന്നുകൊണ്ടേയിരുന്നിരുന്നു. Shepherds would bring their flocks into the sown area in the summer. അതായത് വേനൽക്കാലങ്ങളിൽ ആട്ടിടന്മാര് മൃഗങ്ങളെ വിതയ്ക്കപ്പെട്ട പ്രദേശങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. Such groups would come in as herds, harvest laborers and hired soldiers occasionally become prosperous and settle down. അതായത് എന്ത് ചെയ്യും, ഇടയന്മാര്, വിളവെടുപ്പ് തൊഴിലാളികള്, കൂലിപ്പട്ടാളക്കാർ തുടങ്ങിയ രീതിയിൽ ഇത്തരം വിഭാഗങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ചിലപ്പോൾ അവിടെ അവർ സമ്പന്നരായി തീരുകയും അവിടെ സ്ഥിരതാമസമാക്കി മാറ്റുകയും ചെയ്യുന്നു. ദീസ് ഇൻക്ലൂഡഡ് അക്കാദിയൻസ്, അമോറൈറ്റ്സ്, അസീരിയൻസ് ആൻഡ് അരാമിയൻസ്. The king of Mari were Amorites, whose dress differed from the original inhabitants, who respected not only the gods of Mesopotamia but also raised a temple at Mari, Dagon, god of the steppe. അതായത് ഇത്തരം വിഭാഗങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും അവരിവിടെ സമ്പന്നരായി തീരുകയും അതുപോലെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അവരിൽ കുറച്ചു പേർക്ക് കരുത്താർജിക്കാനും അവരുടേതായ ഭരണം സ്ഥാപിക്കാനും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അക്കാദിയന്മാര്, അമോറൈറ്റ്സുകള്, അസീരിയന്മാര്, പിന്നെ അതുപോലെ അരാമൈനുകളൊക്കെ ഇവരിൽ ഉൾപ്പെടുന്നവരാണ്, ഇടയ സമൂഹങ്ങളാണ്. അപ്പൊ മാരിയിലെ രാജാക്കന്മാര് അമോറൈറ്റുകളാണ് മാരിയിലെ രാജാക്കന്മാര്. അവരുടെ വസ്ത്രധാരണം തദ്ദേശീയരിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് മെസപ്പൊട്ടോമിയയിലെ ദൈവത്തെ ആദരിച്ചതിന് പുറമെ പുൽമേടിലെ ദേവനായ ധാഗന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിലെ ദൈവത്തെ അവരെ ആദരിച്ചു. ഗോഡ്സ് ഓഫ് മെസപ്പൊട്ടോമിയ ആൻഡ് മാരി അവരെന്ത് ചെയ്തു, ഒരു ടെമ്പിൾ നിർമ്മിച്ചു. മാരി ഫോർ ഡാഗന് വേണ്ടിയിട്ട്, ഒരു ദേവനായ ഡാഗന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്, മെസപ്പൊട്ടോമിയൻ സൊസൈറ്റി, സ്റ്റെപ്പി, പുൽമേടിന്റെ ദേവനായിട്ടുള്ള ഡാഗൻ, പുൽമേടിന്റെ ദേവനാണ് ഡാഗൻ. മെസപ്പൊട്ടോമിയൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ were thus open to different people and cultures, and the vitality of civilization was perhaps due to this intermixture. അപ്പം മെസപ്പൊട്ടോമിയൻ സമൂഹവും സംസ്കാരവും അങ്ങനെ വ്യത്യസ്ത ജനങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമായിട്ട് തുറന്നുവിടപ്പെട്ടു. ഈ ഒരു സമ്മിശ്രതയാണ് ഒരു പക്ഷേ ഈ സംസ്കാരത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് തന്നെ കാരണമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഇടയ മേഖലയിലെ ഒരു വ്യാപാര നഗരത്തെക്കുറിച്ചാണ്. അപ്പം BC 2000 കൂടി മാരി എന്ന ഒരു രാജകീയ തലസ്ഥാനം രൂപപ്പെട്ടു വന്നു. ഇവിടെ പ്രധാനമായും കർഷകരും ഇടയന്മാരും തമ്മിൽ, അതായത് ഇടയന്മാരും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇടയ സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. ആടുകളെയും ചെമ്മരി ആടുകളെയും വളർത്തിയിരുന്നവരായിരുന്നു ഇവര്. കർഷകരും ഇടയന്മാരും തമ്മിൽ മൃഗക്കുഞ്ഞുങ്ങളെ, വെണ്ണ, തുകൽ, മാംസം എന്നിവയും ലോഹ ഉപകരണങ്ങളും ധാന്യങ്ങൾക്കും പകരമായിട്ട് അവർ കൈമാറ്റ രീതികൾ നടന്നിരുന്നു. അതുപോലെ കെട്ടിയിട്ട മൃഗങ്ങളിൽ നിന്ന് ശേഖരിച്ച ചാണകവും കർഷകർക്ക് വളരെ ആവശ്യമുള്ളതായിരുന്നു. അങ്ങനെ ഈ ആട്ടിടയന്മാർ തന്റെ ആട്ടിൻപറ്റങ്ങളുമായി പോകുമ്പോൾ ഈ കർഷകരുടെ വിള നശിപ്പിക്കുകയും അതിനെ തുടർന്ന് കോൺഫ്ലിക്ട്സ്, സമരങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ചില ആട്ടിടയന്മാരെ അവിടെ വന്ന് സെറ്റിൽഡ് ആവും, അവിടെ സമ്പന്നരായി മാറുകയും ഭരണാധികാരികളായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടവരാണ് അക്കാദിയൻസ്, അമോറൈറ്റ്സ്, അസീരിയൻസ്, അരാമൈനുകൾ എന്നിവര്. അമോറൈറ്റിലെ ഭരണാധികാരികളാണ് നമ്മുടെ മാരിയിലെ രാജാക്കന്മാര്. മെസപ്പൊട്ടോമിയയിലെ ദൈവത്തെ അവർ ആദരിച്ചതിന് പുറമെ പുൽമേടിന്റെ ദേവനായ ദാഗന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സമൂഹവും സംസ്കാരവും അങ്ങനെ വ്യത്യസ്ത ജനങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമായിട്ട് തുറന്നു വെച്ചതുകൊണ്ട് ഈ ഒരു സംസ്കാരത്തിന്റെ ഊർജ്ജസ്വലത വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇനി മറ്റൊന്ന്, though the Mesopotamian history
nomadic communities of western desert filtered into the prosperous agricultural heartland. ഇനി നമുക്ക് പറയാനുള്ളത്, ദ കിങ് ഓഫ് മാരി ഹവർ ഹാഡ് ടു ബി വിജിലന്റ്. ഹേർഡേഴ്സ് ഓഫ് വേരിയസ് ട്രൈബ്സ് വെർ അലൗഡ് ടു മൂവ് ഇൻ ദ കിങ്ഡം. മാരിയിലെ രാജാക്കന്മാർ പലപ്പോഴും ഇങ്ങനെ വിജിലന്റ് ആണ്, ജാഗരൂകരായിരുന്നു. കാരണം എന്താണ്, വ്യത്യസ്ത ഗോത്രങ്ങളിലെ ഇടയന്മാരെ രാജ്യത്തിനുള്ളിലൂടെ സഞ്ചരിക്കാൻ അവർ അനുവദിച്ചെങ്കിലും അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവരും അങ്ങനെ വന്ന് താമസിച്ചവരാണ് അല്ലേ. ബട്ട് ദേ വെർ വാച്ച്ഡ്. അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ദ ക്യാമ്പ്സ് ഓഫ് ഹേർഡേഴ്സ് ആർ മെൻഷൻഡ് ഫ്രീക്വൻലി ഇൻ ലെറ്റേഴ്സ് ബിറ്റ്വീൻ കിങ്സ് ആൻഡ് ഒഫീഷ്യൽസ്. അതായത് ഈ കിങ്സും ഒഫീഷ്യൽസും തമ്മിൽ, രാജാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള കത്തിടപാടുകളിൽ ഇതിനെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്, ഈ ഇടയ സങ്കേതത്തെക്കുറിച്ച്. ഇൻ വൺ ലെറ്റർ an officer writes to the king that he has been seeing frequent fire signals at night sent by one camp to another and he suspects that a raid or an attack is being planned. അപ്പോൾ രാത്രികാലങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥന് രാജാവിന് എഴുതിയ കത്തിൽ രാത്രികാലങ്ങളിൽ നിരന്തരം തീ ഉപയോഗിച്ച് ഒരു താവളത്തിൽ നിന്നും മറ്റൊരു താവളത്തിലേക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിന്നലാക്രമണത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. Located on the Euphrates in a prime position of trade in wood, copper, tin, oil, wine and various other goods that were carried in boats along the Euphrates between the south and the mineral-rich upland of Turkey, Syria, Lebanon. Mari is a good example of an urban center prospering on trade. അപ്പോൾ യൂഫ്രട്ടീസിന്റെ തീരത്ത് വ്യാപാരത്തിന് ഏറ്റവും മികച്ച സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മാരി വ്യാപാരം കൊണ്ട് അഭിവൃദ്ധി സ്ഥാപിച്ച നാഗരിക കേന്ദ്രത്തിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. തടി, ചെമ്പ്, കറുത്തീയം, എണ്ണ, വീഞ്ഞ് തുടങ്ങിയവയും പലതരം ഉൽപ്പന്നങ്ങളും ബോട്ടുകളിൽ യൂഫ്രട്ടീസിലൂടെ ദക്ഷിണ കൊറിയ, ലബനോൻ എന്നിവിടങ്ങളിലേക്കും അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടി, ചെമ്പ്, കറുത്തീയം, എണ്ണ, വീഞ്ഞ് തുടങ്ങിയവയും പലതരം ഉൽപ്പന്നങ്ങളും ബോട്ടുകളിൽ യൂഫ്രട്ടീസിലൂടെ ദക്ഷിണ കൊറിയ, ലബനോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളുമായിട്ട് നിരന്തരം വ്യാപാരമുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? വുഡ്, കോപ്പർ, ടിന്ന്, ഓയിൽ, വൈൻ ആൻഡ് വേരിയസ് അതർ ഗുഡ്സ്. ഓക്കെ, ദെൻ പറഞ്ഞത് എന്താണ്? ധാന്യങ്ങൾ പൊടിക്കുന്ന ഉരക്കല്ലുകൾ, തടി, വീഞ്ഞ്, എണ്ണഭരണികൾ എന്നിവ വഹിച്ചു കൊണ്ടുപോകുന്ന ബോട്ടുകൾ തെക്കൻ നഗരങ്ങളിലേക്കുള്ള മാർഗമധ്യേ മാരിയിൽ നിർത്തും. അപ്പോൾ ഈ മാരി നഗരത്തിലെ ഉദ്യോഗസ്ഥർ അതിനുള്ളിൽ കയറുകയും ചരക്കുകൾ പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ താഴ്ന്ന ഭാഗത്തേക്ക് തുടർന്നുള്ള യാത്ര അനുവദിക്കണമെങ്കിൽ, അപ്പോൾ ഒരു ബോട്ടിന് 300 വീഞ്ഞ് ഭരണിയാണ് വഹിക്കാൻ പറ്റുക. അപ്പോൾ താഴ്ന്ന ഭാഗത്തേക്കുള്ള തുടർന്നുള്ള യാത്ര അവർക്ക് അനുവദിക്കണമെങ്കിൽ ചരക്കുകളുടെ മൂല്യത്തിന്റെ 10% നികുതിയായിട്ട് നൽകണം. ചരക്കുകളുടെ മൂല്യത്തിന്റെ 10% നികുതിയായിട്ട് നൽകണം. അപ്പോൾ പ്രത്യേക ധാന്യ ബോട്ടുകളിലാണ് ഈ ബാർലി അവിടെ എത്തിയിരുന്നത്. ഇന്നത്തെ സൈപ്രസ് ദ്വീപായിട്ടുള്ള അലാഷിയിൽ നിന്നുള്ള ചെമ്പിനെ കുറിച്ച് ഫലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. അതായത് Mari is a good example of urban center prospering trade. Boats carrying grinding stones, അതായത് ഉരക്കല്ലുകൾ, then wood and wine and oil jars would stop at Mari on their way to southern cities. അതായത് അവിടെ സദേൺ സിറ്റീസ് എന്ന് പറഞ്ഞാൽ പിന്നെ തെക്കൻ ഗ്രാമങ്ങളിലേക്കുള്ള അവരുടെ ബോട്ടുകൾ വഹിച്ചു കൊണ്ടുപോകും. ഉരക്കല്ല്, തടി, വീഞ്ഞ്, എണ്ണ ഭരണികൾ ഇതൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന ബോട്ടുകൾ ഈ മാർഗമധ്യേ മാരിയിൽ നിൽക്കുമായിരുന്നു. ദെൻ ഓഫീസേഴ്സ് ഓഫ് ദിസ് ടേൺ വുഡ് ഗോ abroad, inspect the cargo and levy a charge of about 1/10 of the value the goods before allowing the boat to continue ഡൗൺ സ്ട്രീം. അതായത് പിന്നെ അവർ കൊണ്ടുപോകുന്നതിന് പകരം അതിൽ 10% നികുതി, ചരക്കുകളുടെ 10% നികുതിയായിട്ട് അവിടെ കൊടുക്കണമായിരുന്നു. 10% നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു. ബെയർലി കോപ്പർ ഫ്രം അലേഷ്യ, ദ ഐലൻഡ് ഓഫ് സൈപ്രസിന്റെ ഒരു ഐലൻഡ് ആയിട്ടുള്ള അലോഷിയിൽ നിന്നുള്ള എന്താ ഉണ്ടായിരുന്നു? കോപ്പറും, നോൺ ഫോർ ഇറ്റ്സ് കോപ്പർ ആൻഡ് ടിൻ ആൻഡ് ഓൾസോ ഐറ്റം ഓഫ് ട്രേഡ്. അതായത് എന്തൊക്കെ ഉണ്ടായിരുന്നു?
ഇന്നത്തെ സൈപ്രസ് ദ്വീപായ അലോഷിയിൽ നിന്നുള്ള ചെമ്പിനെ കുറിച്ച് ഫലങ്ങളിൽ പറയുന്നുണ്ട്. വെളുത്തീയം ഒരു പ്രധാന മറ്റൊരു പ്രധാന വ്യാപാര ഉൽപ്പന്നം വെളുത്തീയം അഥവാ ടിന്നായിരുന്നു. ബ്രോൺസ് വാസ് എ മെയിൻ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദിസ് ട്രേഡ് വാസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾസ് ഒക്കെ നിർമ്മിക്കാനുള്ളത് ഏതായിരുന്നു? ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ടിന്ന് ആവശ്യമാണ് അല്ലേ. കോപ്പറും ടിന്നും ഉണ്ടെങ്കിൽ മാത്രമേ വെങ്കലം നിർമ്മിക്കാൻ പറ്റുള്ളൂ. Thus, although the kingdom of Mary was not military strong, it was exceptionally prosperous. അവിടെ സൈനികപരമായിട്ട് ശക്തമല്ല എങ്കിലും എന്നാൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയുള്ള പ്രദേശമായിരുന്നു എന്ന് പറയാം. The great palace of Mary was the residence of the royal family, the hub of the administration, and a palace of production, especially of precious metal ornaments. It was a famous in its time that a minor king came from North Syria just to see it, carrying with him a letter of introduction for a royal friend of King Mary, Simrlin. Daily lists reveal that huge quantities of food were presented each day for the king's table: flour, bread, meat, fish, fruit, beer and wine. He probably ate in the company of many others in or around courtyard 106 paved wide. You will notice from the plan that the palace had only one entrance on the north. അതായത് മാരിയിലെ ഒരു മഹത്തായ ഒരു കൊട്ടാരത്തിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. 1810 1760 BC ഇടയിലുള്ള 1810 to 1760 BC ഇടയിൽ സിംറലിൻ എന്ന ഒരു രാജാവിൻ്റെ ഒരു കൊട്ടാരത്തെക്കുറിച്ചുള്ള കഥയാണ് പറയുന്നത്. മാരിയിലെ ഒരു മഹത്തായ കൊട്ടാരം രാജകുടുംബത്തിലെ വാസസ്ഥലവും ഭരണകേന്ദ്രവും വിലപിടിപ്പുള്ള ലോഹ ആഭരണങ്ങളുടെ ഒരു ഉൽപാദന കേന്ദ്രവുമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്ന ഈ കൊട്ടാരം കാണുന്നതിന് മാത്രമായിട്ട് വടക്കൻ സിറിയയിൽ നിന്ന് ഒരു ഇളയ രാജകുമാരൻ ഇവിടെ വന്നു. അപ്പോൾ മാരിയിലെ രാജാവായ സിംറലിനെ രാജകീയ സുഹൃത്തിൽ നിന്നും പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു കത്തും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. മാവ്, റൊട്ടി, മാംസം, മത്സ്യം, അതുപോലെ പഴങ്ങൾ, ബിയർ, വീഞ്ഞ് തുടങ്ങിയ വലിയ അളവിലുള്ള ഭക്ഷണങ്ങൾ ദിനംപ്രതി രാജാവിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. വെള്ളവാകിയ നടുമുറ്റത്തിനകത്തോ അതായത് അതിന് ചുറ്റുമായിട്ടോ അദ്ദേഹം മിക്കവാറും മറ്റു പലരോടുമൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം വടക്കു ഭാഗത്തായിട്ട് ഒരു പ്രവേശന കവാടം മാത്രമേ കൊട്ടാരത്തിനുണ്ടായിരുന്നുള്ളൂ എന്ന് രൂപരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 131 പോലുള്ള വലുതും ചെറുതുമായ അങ്കണങ്ങൾ മനോഹരമായി പാകിയിരുന്നു. 132 പിന്നെ രാജാവ് വിദേശത്തെ വിശിഷ്ടാതികളെയും തൻ്റെ ജനങ്ങളെയും സ്വീകരിച്ചിരുന്നത് ചുമർ ചിത്രങ്ങളോടുകൂടി ഈ മുറികൾ സന്ദർശിക്കാൻ മൊത്തം 2.4 ഹെക്ടർ സ്ഥലത്ത് 260 മുറികളിലായിട്ടാണ് ഈ കൊട്ടാരം ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് സിറ്റീസ് ഇൻ മെസപ്പൊട്ടോമിയൻ കൾച്ചർ, നഗരങ്ങൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ എന്നുള്ളതാണ്. ദ വാല്യൂഡ് സിറ്റി ലൈഫ് ഇൻ പീപ്പിൾ ഓഫ് മെനി കമ്മ്യൂണിറ്റീസ് ആൻഡ് കൾച്ചേഴ്സ് ലിവ്ഡ് സൈഡ് ബൈ സൈഡ്. After cities were destroyed in war, they recalled them in poetry. മെസപ്പൊട്ടോമിയക്കാർ നഗരജീവിതത്തിന് മൂല്യം കൽപ്പിക്കുകയും പല സമൂഹങ്ങളിലെയും സംസ്കാരങ്ങളിലെയും ജനങ്ങൾ അവിടെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നഗരങ്ങൾ യുദ്ധങ്ങളിൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ കവിതയിലൂടെ അവർ ഓർത്തെടുക്കാറുണ്ട്. The most poignant reminder to use of the pride Mesopotamians took in the cities comes at the end of the Gilgamesh epic, which was written on 12 tablets. മെസപ്പൊട്ടേമിയക്കാർ തങ്ങളുടെ നഗരങ്ങളെ ചൊല്ലി എത്രമാത്രം അഭിമാനിച്ചിരുന്നു എന്നത് 12 ഫലകങ്ങളിലായിട്ട് ഗിൽഗാമേഷിൻ്റെ ഇതിഹാസത്തിൻ്റെ അവസാന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. Gilgamesh is said to have ruled the city of Uruk sometime after Enmarkar, a great hero who
subdued people far and wide. He got a shock when his heroic friend died. He then set out to find the secret of immortality, crossing the waters that surround the world. ഏകദേശം എൻമാർക്കറിന്റെ ഭരണത്തെക്കുറിച്ചുള്ള കാലത്തിന് ശേഷം ഉറൂക്ക് നഗരം ഗിൽഗാമെഷ് ഭരിച്ചതെന്നായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വിദൂര പ്രദേശങ്ങളിലെ ജനങ്ങളെ കീഴ്പ്പെടുത്തിയ ഒരു മഹാനും ധീരനുമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ തന്റെ ധീരത സുഹൃത്ത് മരണപ്പെട്ടപ്പോഴുണ്ടായ ആഘാതത്തിന് ശേഷം അദ്ദേഹം അനശ്വരതയുടെ രഹസ്യം കണ്ടെത്തുവാൻ വേണ്ടി പുറപ്പെടുകയും ലോകത്ത് ചുറ്റിക്കിടക്കുന്ന ജലാശയങ്ങളെയും മുറിച്ചു കടക്കുകയും ഈ ധീരമായ ശ്രമത്തിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ഉറൂക്കിലേക്ക് മടങ്ങിയെത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നഗരത്തിന്റെ മതിലിൽ കൂടി മുന്നോട്ടും പിന്നോട്ടും നടന്നുകൊണ്ട് അദ്ദേഹം സ്വയം ആശ്വസിപ്പിച്ചു. താൻ അവിടെ ചുടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അടിത്തറയെ അദ്ദേഹം വിസ്മയത്തോടെ നോക്കി. He admired the foundation made of fired brick he had into place. It is on the city wall of Uruk that the long tale of heroism and endeavor fizzles out. Gilgamesh does not say that even though he will die, his sons will outlive him as a tribal hero would have done. He takes consolation in the city that his people had built. അപ്പോൾ അദ്ദേഹം ധീരതയുടെ നീണ്ട കഥകളും വിഫലമായിട്ട് പരിശ്രമങ്ങളും ഉറൂക്കിന്റെ നഗരമതിലിൽ നിന്നുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു ഗോത്രവീരനെ പോലെ ഗിൽഗാമെഷ് താൻ മരണപ്പെട്ടാലും തന്റെ പുത്രന്മാർ തന്നെ അതിജീവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പകരം തന്റെ ജനത നിർമ്മിച്ച നഗരങ്ങളിലാണ് അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് മെസൊപ്പൊട്ടേമിയ നഗരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് ഗിൽഗാമേഷിൻ്റെ 12 ഫലകങ്ങളിലായി നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ ഇതിഹാസങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതായത് എൻമാർക്കറിൻ്റെ ഭരണത്തിന് കുറച്ചു കാലത്തിന് ശേഷം ഉറൂക്ക് നഗരം ഗിൽഗാമേഷ് ഭരിച്ചിരുന്നതായി പറയുന്നു. അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതോടുകൂടി ആ അനശ്വരതയുടെ രഹസ്യം അന്വേഷിച്ചുള്ള യാത്ര നടത്തുകയും അങ്ങനെയുള്ള കഥകളാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി എഴുത്തിൻ്റെ പൈതൃകം, ദ ലെഗസി ഓഫ് റൈറ്റിംഗ്. അപ്പോൾ അദ്ദേഹം ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ പിൻഗാമികൾ രാജ്യം കൊണ്ടുവരുന്നല്ല, തൻ്റെ ജനത ആ നഗരം പടുത്തുയർത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദ ലെഗസി ഓഫ് റൈറ്റിംഗ്, അതായത് എഴുത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ, while moving narratives can be transmitted orally, science requires written texts that generations of scholars can read and build upon. Perhaps the greatest legacy of Mesopotamia to the world is its scholarly tradition of time, reckoning and mathematics. അതായത് പ്രചാരത്തിലുണ്ടായിരുന്ന ആഖ്യാനങ്ങൾ വ്യാമൊഴിയിലൂടെ കൈമാറാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ പണ്ഡിതരുടെ തലമുറകൾക്ക് വായിക്കാനും അത് നിർമ്മിക്കാനും കഴിയുന്ന എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ശാസ്ത്രത്തിന് ആവശ്യമായിരുന്നു. അപ്പം മെസൊപ്പൊട്ടേമിയക്കാർ ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവനകളാണ് കാലഗണന, ഗണിതശാസ്ത്രം എന്നിവയുടെ അവരുടെ പാരമ്പര്യം. ഏറ്റവും കാലഗണനയും ഗണിതശാസ്ത്രവും, അതായത് മാത്തമാറ്റിക്സ് ആൻഡ് ടൈം റെക്കണിംഗ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. ഡേറ്റിംഗ് അറൌണ്ട് 1800 BC are tablets with multiplication and division tablets, square and square root tablets, and tablets of compound interest and square roots of 2 was given. 1 plus 24 by 60 plus 51 by 60 square plus 10 by 60 cube എന്നുള്ളത്, അതായത് ഏകദേശം 1800 BC കാലഘട്ടത്തിലുള്ള ഫലകങ്ങളിലെ ഗുണനഹരണ പട്ടികകളും വർഗമൂല പട്ടികകളും കൂട്ടുപലിശ പട്ടികകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അതായത് 2ന്റെ വർഗ്ഗമൂലമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. 2ന്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് യു വർക്ക് ദിസ് ഔട്ട് യു വിൽ ഫൈൻഡ് ദാറ്റ് ദ ആൻസർ ഈസ് 1.414221296, ഓൺലി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അതായത് ഇത് നിങ്ങൾ കൂട്ടുമ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ആൻസറിൽ നിന്നും
നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റുഡൻസ് ഹാഡ് ടു സോൾവ് പ്രോബ്ലംസ് സച്ച് ആസ് ഫോളോയിങ് എ ഫീൽഡ് ഓഫ് ഏരിയ സച്ച് ഇസ് കവേർഡ് 1 finger ഡീപ്പ് ഇൻ വാട്ടർ, ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ. അതായത് വിദ്യാർത്ഥികളെ ചുവടെ കൊടുത്തിരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുമായിരുന്നു. അപ്പം നിശ്ചിത വ്യാപ്തിയുള്ള ഒരു പാടത്തു നിന്നും ഒരു വിരൽ ആഴത്തിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്, വെള്ളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. ഇങ്ങനെ അതായത് ഒരു നിശ്ചിത വ്യാപ്തിയിലുള്ള ഒരു പാടത്തിൽ നിന്ന് ഒരു വിരൽ ആഴത്തിൽ വെള്ളം നിറച്ചിരിക്കുന്നു, അപ്പോൾ വെള്ളത്തിന്റെ വ്യാപ്തം കണ്ടു. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ദ ഡിവിഷൻ ഓഫ് ദ ഇയർ ഇൻറ്റു 12 months അക്കോർഡിംഗ് ടു ദ റെവല്യൂഷൻ ഓഫ് മൂൺ അറൌണ്ട് ദ എർത്ത്, ദ ഡിവിഷൻ ഓഫ് ദ മന്ത് ഇൻറ്റു 4 weeks ആൻഡ് ദ ഡേയ്സ് ഇൻറ്റു 24 hours ആൻഡ് ദ ഹവേഴ്സ് ഇൻറ്റു 60 minutes, all that we take for granted in our daily lives ഹാസ് കെയിം ടു അസ് ഫ്രം ദ മെസൊപ്പൊട്ടോമിയൻസ്. അതായത് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വർഷത്തെ 12 മാസങ്ങളായിട്ടും മാസത്തെ 4 ആഴ്ചകളായിട്ടും ദിവസത്തെ 24 മണിക്കൂറുകളായിട്ടും മണിക്കൂറിന് 60 മിനിറ്റായിട്ടും തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഇതെല്ലാം നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? മെസൊപ്പൊട്ടോമിയയിൽ നിന്നാണ്. ദീസ് ടൈംസ് ഡിവിഷൻസ് വർ അഡോപ്റ്റഡ് ബൈ സക്സസേഴ്സ് ഓഫ് അലക്സാണ്ടർ ആൻഡ് ഫ്രം they're transmitted to Roman world, then to the world of Islam, and then to the medieval Europe. ഈ ഒരു സമയത്തെ വിഭജനത്തെ അലക്സാണ്ടറിന്റെ പിൻഗാമികൾ സ്വീകരിച്ചു. അതായത് ഇങ്ങനെ സമയം ഇങ്ങനെ ഡിവൈഡ് ചെയ്തതിന് അലക്സാണ്ടറിന്റെ പിൻഗാമികൾ അതിനെ സ്വീകരിച്ചു. അവിടെ നിന്ന് റോമൻ ലോകത്തേക്കും അവിടെ നിന്ന് ഇസ്ലാമിക ലോകത്തേക്കും പിന്നീട് മധ്യകാല യൂറോപ്പിലേക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പം മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് നേരിട്ട് റോമൻ ലോകത്തേക്ക്, അവിടെ നിന്ന് ഇസ്ലാമിക ലോകത്തേക്ക്, അവിടെ നിന്ന് യൂറോപ്പിലേക്കും ഈ ഒരു ഡിവിഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടു. Whenever solar and lunar eclipse were observed, their occurrence was noted according to the year, month and day. അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിരീക്ഷിക്കപ്പെട്ടപ്പോഴൊക്കെ വർഷം, മാസം, ദിവസം എന്നിവ അനുസരിച്ച് അവ ഉണ്ടാകുന്നത് രേഖപ്പെടുത്തി. So too there were records about the observed positions of stars and കൺസ്റ്റലേഷൻസ് ഇൻ ദ നൈറ്റ് സ്കൈ. അതുപോലെ തന്നെ രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും നക്ഷത്രക്കൂട്ടങ്ങളുടെയും സ്ഥാനങ്ങൾ അവർ നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യഗ്രഹണത്തെക്കുറിച്ചും ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചും ചന്ദ്രപഞ്ചാംഗത്തെക്കുറിച്ചും ഒക്കെ ആർക്ക് അറിയാമായിരുന്നു? മെസൊപ്പൊട്ടോമിയൻസിന് അറിയാമായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, none of these momentous Mesopotamian achievements would have been possible without writing and urban institution of schools where students read and copied earlier written tablets, and where some boys were trained to become not record keepers for the administration but intellectuals who could build on the work of their predecessors. അതായത് എഴുത്തുവിദ്യയും നാഗരിക സ്കൂൾ സ്ഥാപനവും ഇല്ലായിരുന്നെങ്കിൽ സുപ്രധാനമായ ഒരു മെസൊപ്പൊട്ടോമിയൻ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ഈ നാഗരിക സ്ഥാപനങ്ങളായ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ആദ്യകാലങ്ങളിൽ എഴുതപ്പെട്ട ഫലകങ്ങൾ വായിക്കുകയും പകർത്തുകയും ചെയ്തു. ചില ആൺകുട്ടികളെ ഭരണത്തിന് വേണ്ടി ഉള്ള വെറും രേഖകൾ സൂക്ഷിക്കാനുള്ളവരായിട്ടല്ല പരിശീലിപ്പിച്ചത്, പകരം തങ്ങളുടെ മുൻഗാമികളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിജീവികളായിട്ടാണ് അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. Then we would be mistaken if we think that the preoccupation with the urban world of Mesopotamia is a modern phenomena. Let us look finally at 2 early attempts to locate and preserve the texts and tradition of the past. മെസൊപ്പൊട്ടോമിയൻ നാഗരിക ലോകത്തെക്കുറിച്ചുള്ള ചിന്താഗതി ഒരു ആധുനിക പ്രതിഭാസമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവസാനമായി ഗ്രന്ഥങ്ങളും ഭൂതകാലത്തെ പാരമ്പര്യങ്ങളെയും കണ്ടെത്തി സംരക്ഷിക്കുന്നതിൻ്റെ 2 ആദ്യകാല ശ്രമങ്ങളാണ് മെസൊപ്പൊട്ടോമിയൻ നാഗരിക ലോകത്തെക്കുറിച്ചുള്ള ചിന്താഗതി ഒരു ആധുനിക പ്രതിഭാസമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇനി വരുന്നത് an early library. In the Iron Age, the Assyrians of the north created an empire, and its height between 720 and 610 BC, and that stretched as far west as Egypt. The state economy was now a predatory one,
extracting labor and tribute in the form of food, animals, metal and craft items from a vast subject population. അതായത് ഇരുമ്പ് യുഗത്തിലെ വടക്കുള്ള അസീരിയന്മാർ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. BC 720 610 ഇടയിൽ ഒരു സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലെത്തിക്കുകയും പടിഞ്ഞാറ് ഈജിപ്ത് വരെ വ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കവർച്ചയിൽ അധിഷ്ഠിതമായിരുന്നു. അധീനതയിലുള്ള വിശാല ജനസമൂഹങ്ങളിൽ നിന്നും തൊഴിൽ ശക്തി പിഴിഞ്ഞെടുക്കുകയും ഭക്ഷണം, മൃഗങ്ങൾ, ലോഹങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇവിടെയൊക്കെ രൂപത്തിൽ കപ്പ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അസീരിയൻ സാമ്രാജ്യം സ്ഥാപിച്ച കഥയാണ് പറയുന്നത്. ദ ഗ്രേറ്റ് അസീരിയൻ കിങ്സ് ഹു ഹാഡ് ബീൻ ഇമിഗ്രൻസ് acknowledged the southern region, Babylonia, as the center of high culture, and the last of them, Assurbanipal, collected a library at his capital, Nineveh, in the north. വിശ്രുതരായ അസീരിയൻ രാജാക്കന്മാർ കുടിയേറി വന്നവരാണെങ്കിലും ഉന്നത സാംസ്കാരിക കേന്ദ്രമാക്കി തെക്കൻ പ്രദേശമായ ബാബിലോണിയെ അംഗീകരിച്ചു. അവരിൽ അവസാനത്തെ ഭരണാധികാരിയായ അസർബാനിവാൾ തൻ്റെ 668 മുതൽ 627 വരെയുള്ള കാലത്താണ് അദ്ദേഹത്തിൻ്റെ കാലം. അദ്ദേഹം തൻ്റെ തലസ്ഥാനമായ വടക്ക് നിനേവയിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചു. ചരിത്രം, ഇതിഹാസങ്ങൾ, ജ്യോതിഷം, ശകുനശാസ്ത്രം, ശ്ലോകങ്ങൾ, കവിതകൾ എന്നിവയുടെ ഫലകങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. He made great efforts to gather tablets on history, epics, Oman tablets, literature, astronomy, hymns and poems. He sent his scribes south to find all tablets. ഇതിനു വേണ്ടിയിട്ട് പഴയ ടാബ്ലറ്റ്സുകൾ ഫലകങ്ങൾ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം അയച്ചിട്ടുണ്ട്. ബിക്കോസ് സ്ക്രൈബ്സ് ഇൻ ദ സൗത്ത് were trained to read and write schools where they all had to copy tablets by dozen. There were towns in Babylonia where huge collections of tablets were created and acquired frame. അതായത് തെക്കുള്ള ഡസൻ കണക്കിന് ഫലകങ്ങൾ തെക്ക് ഭാഗത്തുള്ള പകർത്തെഴുത്തുകാർക്ക് എഴുതുവാനും വായിക്കുവാനും സ്കൂളിലെ പരിശീലനം നേടുന്നതിനുമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡസൻ കണക്കിന് ഫലകങ്ങൾ അവർക്ക് പകർത്തണം. അങ്ങനെ ഫലകങ്ങളുടെ വലിയ ശേഖരങ്ങൾ നിർമ്മിക്കുകയും പ്രശസ്തി നേടുകയും ചെയ്ത ഒട്ടനവധി പട്ടണങ്ങൾ എവിടെയുണ്ട്? ബാബിലോണിയിലുണ്ട്. And although Sumerian ceased to be spoken about 1800 BC, it continued to be taught in schools through vocabulary texts, sign lists, bilingual tablets. So even 650 BC, cuneiform tablets written as far back as 2000 BC were intelligible, and Assurbanipal's men knew where to look for early tablets for their copies. അതായത് ഏകദേശം BC 1800 ശേഷം സുമേറിയൻ ഭാഷ സംസാരിക്കുന്നത് അവസാനിച്ചു. എങ്കിലും പദഗ്രന്ഥങ്ങൾ, ചിഹ്നങ്ങളുടെ പട്ടിക, ദ്വിഭാഷാ ഫലകങ്ങൾ എന്നിവയിലൂടെ ഇത് സ്കൂളുകളിൽ തുടർന്നും പഠിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ BC 650 പോലും BC 2000 എഴുതിയ കൂണിഫോം ഫലകങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇവയുടെ പകർപ്പുകളും ആദ്യകാല ഫലകങ്ങളും എവിടെ അന്വേഷിക്കണമെന്ന് അസർബാനിപാലിൻ്റെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇരുമ്പ് യുഗത്തിലെ വടക്കുള്ള അസീരിയന്മാർ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. BC 720 610 ഇടയിൽ ഈ ഒരു സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലെത്തുകയും പടിഞ്ഞാറ് ഈജിപ്ത് വരെ വ്യാപിച്ചു കിടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കവർച്ചയിൽ അധിഷ്ഠിതമായിരുന്നു. അധീനതയിലുള്ള വിശാല ജനസമൂഹങ്ങളിൽ നിന്നും തൊഴിൽ ശക്തി പിഴിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഭക്ഷണം, മൃഗങ്ങൾ, ലോഹങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇവയൊക്കെ അവർ കപ്പമായിട്ട് ശേഖരിച്ചു. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം, അതായത് ബാബിലോണിയൻസ് ആണത്. ഈ ബാബിലോണിയൻസിലെ ഏറ്റവും പ്രധാന ഭരണാധികാരിയായിരുന്നു അസർബാനിപാൽ. 668 to 627 BC വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അസർബാനിപാൽ ഏറ്റവും 720 to 610 വരെയാണ് അവരുടെ കാലഘട്ടമെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി 668 to 627 വരെയുള്ള അസർബാനിപാൽ ആയിരുന്നു. അപ്പോൾ തൻ്റെ തലസ്ഥാനമായ വടക്ക് നിനേവയിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്.
ചരിത്രം, ഇതിഹാസങ്ങൾ, ജ്യോതിഷം, ശകുന സാഹിത്യം, ശ്ലോകങ്ങൾ, കവിതകൾ ഇവയുടെയൊക്കെ ഫലങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം പകർത്തെഴുത്തുകാരെ തെക്കോട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ ഈ തെക്കുള്ള പകർത്തെഴുത്തുകാർക്ക് ഒരു ശീലമുണ്ട്. കാരണം എഴുതാനും വായിക്കാനും സ്കൂളിൽ പരിശീലനം നേടുന്നതിൻ്റെ ഭാഗമായി അവർ ഡസൻ കണക്കിന് ഫലകങ്ങൾ എഴുതേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഫലകങ്ങളുടെ വലിയ ശേഖരങ്ങൾ നിർമ്മിക്കുകയും പ്രശസ്തി നേടുകയും ചെയ്ത ധാരാളം പട്ടണങ്ങൾ ബാബിലോണിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം BC 1800 ശേഷം സുമേറിയൻ ഭാഷ സംസാരിക്കുന്നത് അവസാനിച്ചു. എങ്കിലും പദഗ്രന്ഥങ്ങളിലെ ചിഹ്നങ്ങളുടെ പട്ടിക, ദ്വിഭാഷ, സുമേറിയനും അക്കാദീനും ഫലങ്ങൾ എന്നിവയുടെ സ്കൂളുകളിൽ ഇങ്ങനെ തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ BC 650 പോലും BC 2000 എഴുതിയ കൂണിഫോം ഫലകങ്ങളെ വേഗത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇവയുടെ പകർപ്പുകളും ആദ്യകാല ഫലകങ്ങളും എവിടെ അന്വേഷിക്കണമെന്ന് അസർബൈജാനിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ഇനി copies were made of important texts such as Epic Gilgamesh, the copier stating his name and writing the date, some tablets ending with a reference to Asurbanipal. അപ്പം ഞാൻ അതിലെന്താണ് ഗിൽഗാമേഷിൻ്റെ ഇതിഹാസങ്ങൾ പോലുള്ള പ്രധാന ഗ്രന്ഥങ്ങൾക്കാണ് പകർപ്പുകൾ നിർമ്മിച്ചത്. അതിൽ പകർത്തെഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പേരും എഴുതി ദിവസവും പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഫലകങ്ങൾ അസർബൈജാനിനെ കുറിച്ചുള്ള സൂചനയോട് കൂടിയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അസർബൈജാൻ അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? അസർബൈജാൻ കിങ് ഓഫ് ദ യൂണിവേഴ്സ്, കിങ് ഓഫ് അസീരിയ, ഓൺ ഹോം ദ ഗോഡ്സ് bestowed was intelligence, who could acquire the recondite details of scholarly erudition. I wrote down on tablets the wisdom of gods, and I checked and collated the tablets. I placed them for the future in the library of the temple of my god Nebu at Nineveh, for my life and well-being of my soul, and to sustain the foundation of my royal throne. More important, there was cataloging. A basket of tablets would have a clay label that read, and a number of tablets about exorcism written by X. Asurbanipal's library had a total of some 1,000 texts amounting to about 30,000 tablets grouped according to subject. അതായത് ഞാൻ അസർബൈജാൻ, പ്രപഞ്ചത്തിലെ രാജാവ്, അസീരിയയുടെ രാജാവ്, ദൈവം അപാരമായ ബുദ്ധി ചൊരിഞ്ഞിട്ടുള്ള പണ്ഡിത ജ്ഞാനനായ നിഗൂഢമായ വിശദാംശങ്ങളെ ആർജിക്കുവാൻ കഴിയുന്ന ഞാൻ ദൈവജ്ഞാനത്തെക്കുറിച്ച് ഫലകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഫലകങ്ങളെ ഞാൻ പരിശോധിക്കുകയും ഒത്തുനോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിനേവയിലെ എൻ്റെ ദൈവമായ നബുവിൻ്റെ ക്ഷേത്രത്തിലെ ഗ്രന്ഥശാലയിൽ ഭാവി കാലത്തേക്കായി എൻ്റെ ജീവിതത്തിനും എൻ്റെ ആത്മാവിൻ്റെ ക്ഷേമത്തിനും എൻ്റെ രാജകീയ സിംഹാസനത്തിൻ്റെ അടിത്തറ ഭദ്രമാക്കി നിലനിർത്താനും വേണ്ടി ഞാനത് സൂക്ഷിക്കുന്നു എന്ന് അസർബൈജാനിൻ്റെ രേഖയാണ് അതിലുള്ളത്. മോർ ഇമ്പോർട്ടൻറ്റ്, ദർ വാസ് കാറ്റലോഗിങ്. എ ബാസ്ക്കറ്റ് ഓഫ് ടാബ്ലറ്റ്സ് വുഡ് ഹാവ് എ ക്ലേ ലേബൽ ദാറ്റ് റീഡ്. അപ്പോൾ അതിലെന്താണ് ഗ്രന്ഥപട്ടിക ഉണ്ടായിരുന്നു എന്നത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഒരു കുട ടാബ്ലറ്റുകൾക്ക് ഒരു കളിമൺ ലേബൽ ഫലകമുണ്ടാകും. ഒരു ബാസ്ക്കറ്റ് ടാബ്ലറ്റുകൾക്ക് ഒരു കളിമൺ ലേബൽ ഫലകമുണ്ടാകും. അത് വായിക്കുന്ന ഇപ്രകാരമാണ്: ബാധ ഒഴിപ്പിക്കലിനെ കുറിച്ചുള്ള എണ്ണം ടാബ്ലറ്റുകൾ എക്സിനാൽ എഴുതപ്പെട്ടത്. അപ്പോൾ അസർബൈജാനിലെ ഗ്രന്ഥത്തിൽ ഏകദേശം 30,000 ഫലകങ്ങളുള്ള വിഷയാടിസ്ഥാനത്തിൽ തരംതിരിച്ച് സൂക്ഷിച്ചിട്ടുള്ള 1000 ഗ്രന്ഥങ്ങൾ ആകെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്കിതിൽ ടൈം ലൈനും കൂടി നോക്കിയാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. അതായത് ഈ ഒരു കാലത്തുള്ള അതിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പുരാവസ്തു ഗവേഷണത്തെക്കുറിച്ചാണ്. അത് വേണമെന്നില്ല. ഇനി കാലരേഖയും കൂടി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിയും. ഏകദേശം BC 7000-നും 6000-നും ഇടയിലാണ് വടക്കൻ മെസപ്പൊട്ടോമിയയിൽ കൃഷി ആരംഭിച്ചത്. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ഇൻ നോർത്തേൺ മെസപ്പൊട്ടോമിയൻ പ്ലെയിൻസ് 7000-നും 6000-നും ഇടയിലാണ്. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ടെമ്പിൾസ് ഇൻ സദേൺ മെസപ്പൊട്ടോമിയ ബിൽഡ്സ്. തെക്കൻ മെസപ്പൊട്ടോമിയയിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് BC 5000-ലാണ്. BC 5000-ലെ ക്ഷേത്രം 6000-നും 7000-നും ഇടയിൽ എന്താണ് കൃഷിയുടെ ആരംഭം. ദെൻ മെസപ്പൊട്ടോമിയയിൽ ആദ്യമായി റൈറ്റിംഗ്സ് വന്നത് ഏതിലാണ്?
3200 BC യിലാണ്. Then ഉറൂക്ക് ഡെവലപ്സ് ഇൻ എ ഹ്യൂജ് സിറ്റി ഇൻക്രീസിംഗ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ്. അതായത് ഉറൂക്ക് എന്ന നഗരം ഒരു വലിയ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തത് BC 3000ലാണ്. ദെൻ എന്താ പറയുന്നത്, ഏർലി കിങ്സ് ഇൻക്ലൂഡിംഗ് പോസിബിളി ദ ലെജൻഡറി റൂളർ ഗിൽഗാമേഷിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 2700നും 2500നും ഇടയിലുള്ള കാലഘട്ടമാണ്. ഡെവലപ്മെന്റ് ഓഫ് കൂണിഫോം സ്ക്രിപ്റ്റ്, കൂണിഫോം ലിപിയുടെ വളർച്ച 2600ലും റൈറ്റിംഗ്സിന്റെ വളർച്ച 3200ലുമാണ്. കൂണിഫോം ലിപി വന്നത് 2600 BC യിലാണ്. എന്നാൽ റൈറ്റിംഗ്സ് ആരംഭിച്ചത് 3200 BC യിലാണ്. 600 വർഷം കൂടി കഴിയുമ്പോഴാണ്. ദെൻ റിപ്ലേസ്മെന്റ് ഓഫ് സുമേറിയൻ ബൈ അക്കാദിയൻ, സുമേറിയൻ മാറിയിട്ട് അക്കാദിയനായിട്ട് വന്നത് ഏതാണ്? 2400ലാണ്. പിന്നെ 2370ലാണ് സാർഗൺ, അക്കാദിലെ രാജാവായ സാർഗൺ അധികാരത്തിൽ വരുന്നത്. സ്പ്രെഡ് ഓഫ് യൂണിഫോം റൈറ്റിംഗ്സ് ടു സിറിയ, തുർക്കി ആൻഡ് ഈജിപ്റ്റ്, മാരി ആൻഡ് ബാബിലോൺ എമേർജ് ഇമ്പോർട്ടൻറ്റ് അർബൻ സെന്റേഴ്സ്. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ 2000 BCക്ക് ശേഷം സിറിയ, തുർക്കി, ഈജിപ്ത്, മാരി, ബാബിലോൺ. സിറിയ STEMB, സിറിയ, തുർക്കി, ഈജിപ്ത്, മാരി, ബാബിലോൺ എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ യൂണിഫോം റൈറ്റിംഗ് സ്റ്റൈല് മാറി വ്യാപിക്കാൻ തുടങ്ങി. മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് കമ്പോസ്ഡ് സുമേറിയ നോ ലോങ്ങർ സ്പോക്കൺ. 1800 ഗണിത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. സുമേറിയൻ ഭാഷ പിന്നീട് ആരും സംസാരിച്ചിട്ടില്ല. ഓക്കെ. ദെൻ അടുത്തത് ഏതാ വരുന്നത്? 1000 യൂസ് ഓഫ് അയൺ, ഇരുമ്പിന്റെ ഉപയോഗം ആരംഭിച്ചത് 1000ലാണ്. അസീരിയൻ എംപയർ വരുന്നത് 720നും 610നും ഇടയ്ക്കാണ്. 610നും ഇടയ്ക്കാണ് അസീരിയൻ എംപയർ വരുന്നത്. 720നും 610നും ഇടയ്ക്കാണ്. 668നും 627നുമാണ് ഇടയിലാണ് നമ്മുടെ അസർബാനിബാലിന്റെ ഭരണം. അസീരിയൻ എംപയറിലുള്ളതാണ് അസർബാനിബാല്. അദ്ദേഹമാണ് 668നും 627നും ഇടയിലാണ് ഭരണം നടത്തിയത്. ദെൻ വരുന്നത് അലക്സാണ്ടർ കോങ്കറർ ബാബിലോൺ ആക്രമിച്ചത് 331ലാണ്. അലക്സാണ്ടറുടെ ബാബിലോൺ ആക്രമണം 331 BC യിലാണ്. അക്കാദിയൻസ് ആൻഡ് കൂണിഫോം റിമെയിൻസ് ഇൻ യൂസ്, അതായത് അക്കാദിയൻ കൂണിഫോമിന്റെ ഉപയോഗം തുടരുന്നത് ഏതാണ്? CE 1ാം നൂറ്റാണ്ടിലാണ്. ഇനി ഡെസിഫർമെന്റ് ഓഫ് കൂണിഫോം സ്ക്രിപ്റ്റ് 1850ലാണ് കൂണിഫോം സ്ക്രിപ്റ്റ് വായിച്ചെടുക്കപ്പെട്ടത്. 1850ലാണ് കൂണിഫോം സ്ക്രിപ്റ്റ് വായിച്ചെടുക്കപ്പെട്ടത്. അപ്പം നമുക്ക് ആ ടൈം ലൈൻ ഒന്നും കൂടി നോക്കാം. അപ്പം വടക്കൻ മെസപ്പൊട്ടോമിയൻ സമതലങ്ങളിൽ കൃഷി ആരംഭിച്ചത് 700നും 6000 വടക്കൻ മെസപ്പൊട്ടോമിയ, സദേൺ അല്ല, നോർത്തേൺ മെസപ്പൊട്ടോമിയൻ പ്ലെയിൻസിലാണ് കൃഷി ആരംഭിച്ചത് 7000നും 6000നും ഇടയിലുള്ള BCയിൽ. ദെൻ തെക്കൻ മെസപ്പൊട്ടോമിയയിലാണ് ആദ്യകാല ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. അത് 5000ലാണ്. തെക്കൻ മെസപ്പൊട്ടോമിയയിലാണ് ക്ഷേത്രങ്ങൾ. പിന്നെ മെസപ്പൊട്ടോമിയയിലെ ആദ്യത്തെ എഴുത്ത് 3200 BCയിലാണ്. 2600 BCയിലാണ് കൂണിഫോം ലിപി ഉണ്ടായിട്ടുള്ളത്. 3000ലാണ് മഹാനഗരമായിട്ടുള്ള ഉറൂക്ക് വളർന്നു വന്നത്. വെങ്കല ഉപകരണങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം തുടങ്ങിയതും 3000 BC തന്നെയാണ്. വെങ്കല ഉപകരണങ്ങളുടെ ഉപയോഗവും മഹാനഗരങ്ങളുടെ വളർച്ചയും 3000 BCയിലാണ്. ദെൻ ഐതിഹാസിക ഭരണാധികാരിയായ ഗിൽഗാമേഷ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ 2700നും 2500നും ഇടയിലാണ്. 2700നും 2500നും ഇടയിലാണ്. പിന്നെ അക്കാദിയന്മാർ സുമേരിയക്കാരെ മാറ്റി വന്നത് 2400ലാണ്. 2370ലാണ് അക്കാദിയൻ രാജാവായിട്ടുള്ള സാർഗൺ അധികാരത്തിൽ വന്നത്. 2370 സാർഗൺ അക്കാദിയൻ രാജാവ്. പിന്നെ കൂണിഫോൺ എഴുത്ത് വിദ്യ സിറിയ, തുർക്കി, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രധാനപ്പെട്ട നാഗരിക കേന്ദ്രങ്ങളായി മാരിയും ബാബിലോണും ഉദയം പ്രാപിച്ചു. ദെൻ നമുക്ക് പറയാനുള്ളത്, അപ്പം 2000ലാണ് കൂണിഫോം എഴുത്തുവിദ്യ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിച്ചത്. മാരി, ഈജിപ്ത്, തുർക്കി, സിറിയ, ബാബിലോൺ. ദെൻ ഗണിത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. 1800 ഗണിത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. സുമേറിയൻ ഭാഷ പിന്നെ ആരും സംസാരിച്ചിട്ടില്ല. 1100 അസീരിയൻ രാജവംശം വന്നു. 1000 ഇരുമ്പിന്റെ ഉപയോഗം. 720 to 610 അസീരിയൻ സാമ്രാജ്യം വന്നു.
അപ്പോൾ അസീരിയൻ രാജവംശം സ്ഥാപിച്ചിട്ടുള്ളതിൻ്റെ ഒരു സാമ്രാജ്യം വന്നത് 720-610 കാലത്താണ്. 668 മുതൽ 627 വരെയുള്ള കാലഘട്ടം അസർബാനിബാലിൻ്റെ കാലഘട്ടമാണ്. പിന്നെ BC 331 അലക്സാണ്ടർ ബാബിലോൺ കീഴടക്കി. BC 331 അലക്സാണ്ടർ ബാബിലോൺ കീഴടക്കി. അക്കാദിയൻ, ക്യൂണിഫോൺ എന്നിവയുടെ ഉപയോഗം CE 1-ാം നൂറ്റാണ്ടിലും തുടരുന്നുണ്ട്. പിന്നെ ക്യൂണിഫോൺ ലിപി വായിച്ചെടുത്തത് 1850ലാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ, +1 രണ്ടാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഈ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.